ദേവനിലധിയായി ആശ്രയമവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. യായും വാസമെന്നഭികാമ്യം, ഓ യായും വാസമെന്നഭികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുമെന്നുള്ളം, ഘോഷിക്കുമെൻ ഹൃദയം ജഡവും, ഘോഷിക്കുമെൻ ഹൃദയം ജഡവും. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. കുരുകി തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരുകി തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നെ, നിൻ തിരുബലിപീഠം തന്നെ, തന്നിലാലയത്തിൽ വസിപ്പോൾ നിത്യം സ്തുതിക്കുന്നവർ നിന്നെ, ഓ നിത്യം സ്തുതിക്കുന്നവർ നിന്നെ. ബലിപീഠം തന്നെ, നിൻ തിരുബലിപീഠം തന്നെ, തന്നിലാലയത്തിൽ വസിപ്പോൾ നിത്യം സ്തുതിക്കുന്നവർ നിന്നെ, ഓ നിത്യം സ്തുതിക്കുന്നവർ നിന്നെ. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഓ സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഓ യാഹിൻ വാസമെന്നഭികാമ്യം, യാഹിൻ വാസമെന്നഭികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും, ഓ ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും. ഓ യാഹിൻ വാസമെന്നഭികാമ്യം, ഓ യാഹിൻ വാസമെന്നഭികാമ്യം. ഓ വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും, ഓ ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും. ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും, താഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണ്, താഴ്ച ഭവിക്കുകയില്ലെന്നും. ഈ വിധമുള്ളോർ മനസ്സുകൾ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയിൽ പെരുവഴികൾ, സിയോൻ നഗരിയിൽ പെരുവഴികൾ. ഈ വിധമുള്ളോർ മനസ്സുകളിൽ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയിൽ പെരുവഴികൾ, സിയോൻ നഗരിയിൽ പെരുവഴികൾ. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവൻ. ആശ്രയമുണ്ടോ? അവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. ഓ സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഓ യാഹിൻ
അഭികാമ്യം യാഹിൻവാസമെന്ന അഭികാമ്യം വാഞ്ചിച്ചു മോഹിക്കുമെന്നോളം ഘോഷിക്കുമെൻ ഹൃദയം ജഡവും ഘോഷിക്കുമെൻ ഹൃദയം ജഡവും വാസമെന്ന അഭികാമ്യം യാഹിൻവാസമെന്ന അഭികാമ്യം വാഞ്ചിച്ചു മോഹിക്കുമെന്നോളം ഘോഷിക്കുമെൻ ഹൃദയം ജഡവും ഘോഷിക്കുമെൻ ഹൃദയം ജഡവും യാനം ചെയ്യുമ്പോൾ ജലാശയമായി കണ്ണൂർ താഴ്വാരങ്ങൾ കടന്നു പോകുമ്പോൾ കണ്ണൂർ താഴ്വര യാതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി മുൻമഴയാനുഗ്രഹപൂർണ്ണമാകും മുൻമഴയാനുഗ്രഹപൂർണ്ണമാകും വരും സിയോനിൽ ജന്നത്തുമേ വരും സിയോനിൽ അനുഗ്രഹപൂർണ്ണമാകും പ്രാപിക്കും ബലമവർ ബലത്തിന്മേൽ ജന്നത്തുമേ വരും സിയോനിൽ ജന്നത്തുമേ വരും സിയോനിൽ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവരേവരിലും അതിധന്യം സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവരേവരിലും അതിധന്യം യാഹിൻവാസമെന്ന അഭികാമ്യം യാഹിൻവാസമെന്ന അഭികാമ്യം വാഞ്ചിച്ചു മോഹിക്കുമെന്നോളം ഘോഷിക്കുമെൻ ഹൃദയം ജഡവും ഘോഷിക്കുമെൻ ഹൃദയം ജഡവും യാഹിൻവാസമെന്ന അഭികാമ്യം വാഞ്ചിച്ചു മോഹിക്കുമെന്നോളം ഘോഷിക്കുമെൻ ഹൃദയം ജഡവും ഘോഷിക്കുമെൻ ഹൃദയം ജഡവും അധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ ആയവരേവരിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ ആയവർ ദേവരിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ ആയവരേവരിലും അതിധന്യൻ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട നാമവദാസനായി വസിച്ചിടാം. സമയത്ത് ചിന്തയ്ക്കായിട്ട് കുറിവാക്യം 2 ദിനവൃത്താന്തം 20:21 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ചു സൈന്യത്തിന് അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വചനഭാഗമാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചത്. ഈ സംഭവം അതിന്റെ പശ്ചാത്തലവും യഹോശാഫാത്ത് രാജാവിനോട് യുദ്ധം ചെയ്യാൻ വരുന്നു. അപ്പോൾ യഹോശാഫാത്ത് അത് കണ്ട് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു.
അപ്പോൾ എന്ത് സംഭവിച്ചു? യഹോശാഫാത്ത് ഒരു ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഒരു ദിവസം യഹൂദിയർ, കർത്താവിന്റെ വചനം പറയുന്നത്, യഹൂദിയർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ ആ യഹോവയെ അന്വേഷിപ്പാൻ വന്നെന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. അതെ, ഇവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഐക്യത. ഒരു വിഷയം വന്നപ്പോഴത്തേക്കും യഹൂദ ജനമെല്ലാം ഒന്നിച്ചുകൂടി എന്ന കർത്താവിന്റെ വചനം പറയുന്നത്. അവർ സകല യഹൂദ നഗരങ്ങളിൽ നിന്നും യഹോവയെ അന്വേഷിപ്പാൻ വന്നെന്ന പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? നമുക്കൊരു ഐക്യത വേണം, ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും അവര് അതിനെ നേരിട്ടത് ഐക്യതയോടെ നേരിടാൻ വന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ യുദ്ധം ജയിക്കുവാൻ സാധിക്കുമോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടപടിയാവുന്ന ഒരു കാര്യമല്ല. കാരണം 3 ശക്തന്മാരായിരിക്കുന്ന രാജാക്കന്മാരാണ് യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. പക്ഷെ അവർ ഐക്യതയോടുകൂടി ആ ഉപവാസത്തിന്മേൽ ഒന്നിച്ചുകൂടി. 1000 പേരുള്ള സഭയായിരുന്നാലും 4 വഴിക്കാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു ആത്മീയ വിഷയം വന്നാൽ, ഒരു സ്പിരിച്വൽ വാർഫെയർ വന്നു കഴിഞ്ഞാൽ പിശാചിന്റെ മുമ്പിൽ തോറ്റോടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഐക്യത ഉണ്ടായിരിക്കണം, ഒരുമനപ്പെടണം. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുയേശുവിൽ ഒരുമനപ്പെടണം. അവരുടെ മധ്യേ കർത്താവ് ഇറങ്ങും, കർത്താവ് അവരുടെ ആവശ്യങ്ങൾക്ക് നിവർത്തീകരണം കൽപ്പിച്ചാക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? കുറച്ചേ ഉള്ളെങ്കിലും 4 പേരെ സഭയിലുള്ളെങ്കിലും ഐക്യതയോടെ ആയിരുന്നാട്ടെ, ഒരു ടെറിട്ടറിയിൽ നിങ്ങളുടെ കരത്തിൽ കൂടി ചലനങ്ങൾ സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? 10 പേരെ ഉണ്ടോ? 10 ദിക്കിൽ നിൽക്കാതെ ഒരുമനപ്പെട്ട് നിന്നാൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ആ കുഞ്ഞു സഭയിൽ കൂടി സംഭവിക്കും. ഞാൻ ചെറുതൊന്നും വലുതൊന്നും പറയുന്നത്, എല്ലാം ദൈവത്തിന്റെ സഭയാണ്. പക്ഷേ ഒരുമനപ്പെടണം. വർഷിപ്പ് ടീം, സഭയിലെ ശുശ്രൂഷകർ ഒരുമനപ്പെടണം. 4 ദിക്കിൽ നിൽക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. കുടുംബമാണോ? പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ 4 ദിക്കിലായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലത്തില്ല. ഐക്യതയോടെ പ്രാർത്ഥിക്കണം, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ക്രിസ്തുയേശുവിൽ ഐക്യതയുള്ള പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായി മാറട്ടെ. 2 പേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാട്ടെ ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അവരെങ്ങനെ അതിനെ നേരിടുന്നത്? രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ 2 ദിനവൃത്താന്തം 20:12 ഇങ്ങനെ കാണുന്നു: ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണോ? എന്തു തന്നെ വലിയ വിഷയമായിക്കോട്ടെ, ക്രിസ്തുയേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെയും തിരിക്കാമോ? മല പോലെ നിൽക്കുന്ന വിഷയമായിരുന്നാലും മഞ്ഞു പോലെ നിങ്ങളുടെ മുമ്പിൽ ഉരുകുന്നത് കാണുക. എത്ര പേര് വിശ്വസിക്കുന്നു? ഏത് വിഷയമായിക്കോട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ യഹോശാഫാത്ത് എന്താ ചെയ്തത്? ഈ കാര്യമാണ് ചെയ്തത്. ഒരു ഓർഡർ ഉണ്ടാക്കി. ആദ്യം യുദ്ധം ചെയ്യുന്ന പടയാളികളാണോ മുമ്പേ പോയത്? അല്ല, പോയത് സ്തുതിക്കുന്നവരാ മുമ്പേ പോയത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻപിലായി നിങ്ങളുടെ സ്തുതി വരുന്നെങ്കിൽ, അതെ, നിങ്ങളുടെ പ്രശ്നത്തെ അല്ല നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. സ്തുതിയെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും അത് പുറകെ തന്നെ പോയിരിക്കും. അത് നിങ്ങളെ ജയിക്കത്തില്ല. സ്തുതി നിങ്ങളുടെ സ്വഭാവമായിരിക്കട്ടെ. ആരാധന നിങ്ങളുടെ സ്വഭാവമായിരിക്കട്ടെ. ആരാധനയിൽ മുടക്കം വരുത്തരുത് കേട്ടോ. സഭാരാധനകളിൽ മുടക്കം വരുത്തരുത്. അതിന്റെ പ്രാധാന്യതയെ ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞാട്ടെ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് താല്പര്യത്തോടെ, ദാഹത്തോടെ ആയിരിക്കണം ഒരു ദൈവഭക്തൻ.
അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനമാണ്. അത് സെക്കൻഡറി ആവരുത്, അത് സെക്കൻഡ് പ്ലേസ് ആയി തീരരുത്. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും അതെ സഹായിക്കുന്നത് നിങ്ങളുടെ സഭയുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ ദൈവസഭയുമായിട്ടുള്ള ബന്ധമാണ് അതിന് കൊടുക്കേണ്ടത്. ആരാധനയ്ക്ക് കൊടുക്കേണ്ട വില അത്രമാത്രമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ദൈവം, ഫസ്റ്റ് പ്രയോറിറ്റി ആരാധന, ദൈവമായിട്ടുള്ള ബന്ധമാണ്, ദൈവത്തിന് നന്ദി കൊടുക്കുന്നതാണ്. ആമേൻ, സ്തോത്രം. അതിനെ പിശുക്ക് കാണിക്കരുത്. കർത്താവ് യെഹോശാഫാത്തിനോട് ഉത്തരം കൊടുക്കുന്നുണ്ട് പ്രവാചകനിൽ കൂടി. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ദൈവത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ചെയ്യാമെങ്കിൽ, മറ്റുള്ളതെല്ലാം വിട്ട് പ്രശ്നങ്ങളെ നോക്കാതെ ദൈവത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ചെയ്യാമെങ്കിൽ പടയിൽ നിങ്ങൾ പൊരുതേണ്ട കാര്യമില്ല. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ പൊരുതണ്ട, കർത്താവ് പൊരുതിക്കൊള്ളും. യഹൂദയും യെരൂശലേമും, കർത്താവിന്റെ അതിന്റെ 20:17 ഇങ്ങനെ കാണിക്കുന്നു, യഹൂദയും യെരൂശലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടേണ്ട, ഭ്രമിക്കുക വേണ്ട എന്ന കർത്താവിന്റെ വചനം പറയുന്നത്. നാളെ അവരുടെ നേരെ ചൊല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. എന്തോ ഉറപ്പാ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. കർത്താവ് ഉറപ്പ് കൊടുക്കുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സർവ്വ ചരാചരങ്ങളുടെ ഉടയവനായിരിക്കുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് അവർക്കുള്ളത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇതിനകത്തിരിക്കുന്നവരോട് ഇടപെടുന്നു. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം നിങ്ങൾ ഒറ്റയ്ക്കല്ല, യഹോവയായ ദൈവം യേശുപ്പൻ നമ്മളോട് കൂടെയുണ്ട്. കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ യുദ്ധത്തിൽ തോറ്റുപോകത്തില്ല. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന യുദ്ധം കണ്ട്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അമോനിയ ശക്തി കണ്ട്, യമൂനയുടെ ശക്തിയെ കണ്ട് നിങ്ങൾ ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കണ്ട. അതെ, നിങ്ങളുടെ മുമ്പിൽ അമോനിയ ശക്തി ഒന്നുമില്ല, മോവാബ്യ ശക്തി ഒന്നുമില്ല, മെയൂന്യ ശക്തി ഒന്നുമില്ല. കാരണം എന്താ? യഹോവയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തുതിക്കാൻ റെഡിയാണോ? ആമേൻ, സ്തോത്രം. അവരെ അലങ്കാരത്തോടു കൂടി പോകണം. ആമേൻ, സ്തോത്രം. ക്രമീകരിക്കാനുള്ള മേഖലകളെ ക്രമീകരിച്ച്, അതെ, വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, ആമേൻ, സ്തോത്രം, അതിനൊരു പ്രൊസീജർ ഉണ്ട്. ആ പ്രൊസീജറോട് കൂടി ചെന്ന് കഴിഞ്ഞാൽ യുദ്ധം നമ്മൾ ജയിച്ചിരിക്കും. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ടല്ലോ. ആമേൻ, സ്തോത്രം. വചനം അടിസ്ഥാന പ്രകാരവും ആത്മീയ യുദ്ധത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകളുണ്ട്. സ്പിരിച്വൽ വാർഫെയറിന് യുദ്ധം യഹോവയ്ക്കുള്ളതാ. കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിശ്ചയമായിട്ടും പ്രവർത്തിക്കും. പക്ഷെ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. കർത്താവിന്റെ വചനം അടിസ്ഥാന പ്രകാരം നടക്കുന്ന ദൈവ പൈതലെ, ദൈവഭൃത്തനെ, കർത്താവിന്റെ ദാസിയെ, നിങ്ങൾ ആ യുദ്ധത്തിൽ തോറ്റുപോകത്തില്ല. എന്റെ കർത്താവാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാകും. യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോനിയരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവര് തോറ്റുപോയി. യുദ്ധം ചെയ്യേണ്ട വന്നോ? വന്നില്ല. സ്വർഗത്തിലെ ദൈവം ആരുടെയൊക്കെ ജീവിതത്തിന്മേൽ ചില പ്രവർത്തികളെ ഇന്ന് രാത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നന്ദി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, സ്തോത്രം, ആ കുലത്തിലാണ് എന്റെ യേശു പറഞ്ഞത്. ആമേൻ, സ്തോത്രം. ഇന്ന് പ്രശ്നങ്ങളെ നോക്കിയിരിക്കാതെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ഒന്നിച്ചു കാണുവാൻ പോകുക. വിശ്വസിച്ചാട്ടെ. അസാധാരണമായ ദൈവ പ്രവൃത്തികൾ. നിങ്ങളുടെ പരിധികളെ പൊളിക്കുന്നതാ സ്തുതി. നിങ്ങളുടെ പരിധികളെ പൊളിക്കുന്നതാ സ്തുതി. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നാവ് കൊണ്ട്, ആമേൻ, സ്തോത്രം, അടങ്ങിയിരിക്കരുത്. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം ബെസ്റ്റ് കൊടുത്തോണം കേട്ടോ. കരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ചുമ്മാതിരിക്കാതെ കരങ്ങൾ തട്ടി കർത്താവിനെ ശക്തമായി ആരാധിച്ചോണം. ഉച്ചത്തിൽ സ്തുതിക്കാനാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിശുക്ക് കാണിക്കരുത്. ആരാധനയിൽ വലിയ ദൈവപ്രവൃത്തി നടന്നിട്ടില്ലേ? നമ്മളെല്ലാം അത് കണ്ടവരല്ലേ? സൗഖ്യങ്ങൾ നടന്നിട്ടില്ലേ? ബന്ധനങ്ങൾ അഴിഞ്ഞു പോയിട്ടില്ലേ? വചനത്തിൽ തെളിവില്ലേ? പൗലോസും ശീലാസും കർത്താവിനെ പാടി സ്തുതിച്ചപ്പെടില്ലേ?
അവരുടെ ചങ്ങലകൾ അഴിഞ്ഞത്, സമീപ തടവുകാരുടെ ചങ്ങലകൾ അഴിഞ്ഞത്. നിങ്ങളുടെ സ്തുതി വെറുതെയാണോ? എന്നെ കേൾക്കുന്ന പുതിയ നിയമ ഇസ്രായേലരായിരിക്കുന്ന ദൈവമക്കളെ, സ്തുതിക്കുന്നവന്റെ സഭയിൽ സ്നാനങ്ങൾ നടക്കും. പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ ആ സ്നാനം നടന്നില്ലേ? ഒടുവിൽ ജയിൽ വാർഡനും കുടുംബവും സ്നാനപ്പെട്ടില്ലേ? സ്തുതിക്കുന്ന ദൈവസഭയെ, സ്തുതിക്കുന്ന ദൈവവൈതലെ, മിറക്കിൾ സംഭവിക്കുവാൻ പോകുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, സ്തുതിക്കുന്നതിന് പിശുക്ക് കാണിക്കരുത്. ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. തലമുറയുമായിട്ടുള്ള ബന്ധത്തിന്മേൽ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. സ്തുതിതലേ, നിന്നെ ഒരു മണ്ഡലത്തിനും, ഒരു മെയ്യൂന്റെ ശക്തികൾക്കും, ഒരു അമോനിയ ശക്തികൾക്കും, ഒരു ബാലിന്റെ ശക്തികൾക്കും നിന്നെ ഒതുക്കുവാൻ സാധിക്കത്തില്ല. കാരണം നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല, സാധാരണമായ ദൈവമായതുകൊണ്ട് നിന്റെ മേൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണമായ അഭിഷേകമാകുന്നു. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ അത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. യെഹോശാഫാത്തും അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. ആമേൻ, സ്തോത്രം. ഇവരെ കൊള്ളയിടുവാൻ വന്നേ. ആരെ കൊള്ളയിടുവാൻ? യെഹോശാഫാത്തിനെ കൊള്ളയിടുവാൻ. എന്ത് സംഭവിച്ചു? തിരിച്ചു കൊള്ളയിട്ടു. 3 ദിവസത്തോളം കൊള്ളയിട്ടു. നിന്നെ കൊള്ളയിടുവാൻ വരുന്ന ശത്രുവിനെ നോക്കി നീ ചിലത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. നിന്നെ ഒതുക്കി കളയുവാൻ നോക്കുന്ന മണ്ഡലത്തെ നോക്കി നീ ചിലത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരാഖ താഴ്വര എന്ന് പേർ വിളിച്ചു. ബെരാഖ എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം എന്നാണ്. അതൊരു ഹീബ്രു പദം. അത് ബറാഖ് എന്ന പദത്തിൽ നിന്നാണ് ബെറാഖ ഉളവായത്. ആമേൻ, സ്തോത്രം. നന്ദി കൊടുക്കുക. ഇന്ന് പകലിൽ ഒരു പിശുക്കും കാണിക്കാതെ, ഞാൻ 3-4 ആവർത്തി പറഞ്ഞു, ഒരു പിശുക്ക് കാണിക്കാതെ ദൈവത്തിന് നന്ദി കൊടുക്കാമെങ്കിൽ ചില പ്രവൃത്തികൾ എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ നിങ്ങൾ കൂടി വെളിപ്പെടുവാൻ പോകുന്നു. യോശുവയുടെ കൂടെ ഉള്ളവര് 4 ദിക്കിലായിരുന്നു. യഹോശാഫാത്തിന്റെ കൂടെ പോയപ്പോൾ അവർ ഐക്യതയില്ലാത്തവരായിരുന്നു? അല്ല, അവരുടെ ഉപവാസത്തിൽ ഐക്യത, അവരുടെ യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ ഐക്യത, എല്ലാത്തിനും ഐക്യത. ഐക്യതയായിട്ട് സ്തുതി മുഴക്കിയാട്ടെ ചില പ്രവൃത്തികൾ ഞാനും നിങ്ങളും കാണുവാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ പകലിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. തുടർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക. അതെ, ഈ ആരാധനയിൽ അസാധാരണമായ പ്രവൃത്തികൾ ആത്മാർത്ഥമായിട്ട്. നമുക്കിപ്പോ പരിധികളുണ്ട്, ആമേൻ, സ്തോത്രം. എങ്കിലും ആത്മാർത്ഥമായിട്ട് എന്റെ ദൈവത്തെ ആരാധിക്കാമെങ്കിൽ ചില വാതിലുകൾ തുറക്കുവാൻ പോവുക, ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുക. നമുക്ക് തുടർന്ന് കർത്താവിനെ ആരാധിക്കാം. ഓവർ ടു സിസ്റ്റർ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, ഓ സംഗീതത്തോടെ വന്നു കൂടുവിൻ. യേശു നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. യേശു നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. ദൈവം നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. ദൈവം നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. യഹോവധന്യരേ, യഹോവയ്ക്കാത്തിടുവിൻ. ഓ ഭൂവാസികളേ, യഹോവയ്ക്കാത്തിടുവിൻ. യഹോവധന്യ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മേനഞ്ഞുവല്ലോ. യഹോവധന്യ ദൈവമെന്നറിവിൻ, യേശുവിനെ മേനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ. അവരൊന്നിച്ച് പാടി. നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ,
സന്തോഷത്തോടെ വന്നു കൂടുവിൻ. ഓ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ദൈവം നല്ലവനല്ലോ. ഒരുമിച്ച് പാടാം. ദൈവം നല്ലവനാണ്, അവൻ വല്ലഭനാണ്. ഒരുമിച്ച് പാടാം. ദൈവം നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭ. ദൈവം അവൻ അമാനാധിപതിയല്ലോ, ദയയെന്നുമുള്ളത്. ദൈവം വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. വിശ്വാസത്തോടെ യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നമ്മെ വിടുവിക്കും. അവൻ നമ്മളുടെ തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചാൽ. ദൈവത്തെ സ്തുതിക്കുക. അവൻ നല്ല ഇടയൻ. അവൻ നല്ല ആടുകളാണ്. അവനെ സ്തുതിക്കാം. അവൻ നല്ല ഇടയൻ. തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. ഒരുമിച്ച് പാടുവാൻ തുടങ്ങി. അവരൊരുമിച്ച് ആരാധിക്കാൻ തുടങ്ങി. അവൻ നല്ലവനല്ലോ. അവരൊരുമിച്ച് പാടി ഓരോ സമയത്തിൽ ഏക ശബ്ദത്തിൽ, ഏക മനസ്സിൽ, ഏകാത്മാവിൽ. ദൈവമെന്നുമുള്ളത്. ദൈവം വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. യഹോവയ്ക്ക് ആർപ്പിടുക. ആർപ്പ്. വാസികളെ, ഭൂവാസികളെ, നിങ്ങൾ കേൾക്കുക. യഹോവയ്ക്ക് ആർപ്പിടണം. സന്തോഷത്തോടെ, നിർബന്ധത്താലല്ല, സംഗീതത്തോടെ കൂടണം. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. ആ സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. ദൈവം വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ദൈവം നല്ലവനാണ്. നമ്മുടെ ദൈവം നല്ലവനാണ്. തിന്മയായി ഒന്നും അവൻ പ്രവർത്തിക്കുന്നില്ല. ഓ ദൈവം നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. ഒരുമിച്ച് പാടാം. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. വാസികളെ, ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സത്യയാഗങ്ങൾ സർവ്വസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവ്വസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർപ്പിൽ. ആർപ്പിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർപ്പിടാം. ആരാധിച്ചാർപ്പിടുമ്പോൾ പതിനുകൾ തുറക്കും. ആരാധിച്ചാർ ഒരുമിച്ച് പാടാം.
നടക്കും. യെരിഹോ മതിലുകൾ, യെരിഹോ മതിലിടിയും അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ നടക്കും. യെരിഹോയുടെ മതിലുകൾ, ദൈവത്തിന്റെ വ്യാപാരങ്ങൾ, അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസമേ, അതുകൊണ്ട് ഹല്ലേലൂയ പാടിടാം. ഉയരട്ടെ, യേശുവിന്റെ നാമം കരയട്ടെ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തീരം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാം. വല്ലഭനായ ദൈവത്തെ, വല്ലഭനാം യേശുവേ മനസ്സ് തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറയ്ക്കാം. ശക്തിയാൽ നിറച്ചിടും വിശുദ്ധിയോടെ. മനസ്സ് തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? ആ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കാൻ സാധിക്കും? യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഒരു നാവ് പോയാ ഹല്ലേലൂയ പാടി വെച്ചുവാടാം. കമോൺ, ആ നാം ഉയരട്ടെ. ആ നാം ഉയരുമ്പോൾ പാടിനാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാം. വിശ്വസ്തതയ്ക്കായി, ആ കരുതലിനായി സ്തുതികൾ മുഴക്കി. ആ കരുതലിനായി, ദൈവത്തിൻ കരുതലിനായി നമുക്ക് സ്തുതികൾ മുഴങ്ങാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കും. ആർപ്പിടാം. യേശുനാമം, ആ നാമം Oh Lord Jesus, Jesus, His name is Jesus. കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം നമുക്ക് വചനത്തിനായിട്ട് സമയത്തെ വേദനിക്കുന്നു. കടന്നു വന്ന എബി എബ്രഹാം പാസ്റ്ററിനോട് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കർത്തൃദാസൻ മുമ്പും നമ്മുടെ മധ്യയെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. തുടർന്നുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുത്താതെ വചനത്തിന് വേണ്ടി എല്ലാവരും ദാഹത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. പ്രത്യേകിച്ച് കർത്തൃദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ട ദൈവിക ആലോചനകൾ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയദാഹത്തോടെ കടന്നു വന്ന എല്ലാവരെയും കർത്താവിൽ നിന്ന് നിറച്ച് മാത്രമേ മടക്കി അയക്കത്തുള്ളൂ. പ്രിയ ദേവദാസനായിട്ട് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും വേദനയോടെയോ ദുഃഖത്തോടെയോ ഭാരത്തോടെയോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി മടക്കി അയക്കുന്ന സമയമായി തീരുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ചുരുക്കമായി പ്രാർത്ഥിക്കാം. പ്രിയ നജം പാസ്റ്റർ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ല പാട്ടുകളും പ്രാർത്ഥനകളും പ്രബോധനങ്ങൾ തന്ന ദൈവമേ, ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷിക്തനായ അങ്ങയുടെ ദാസന് കൂടെ നല്ല ആലോചന കേട്ട് നല്ല വചനങ്ങൾ കേട്ട് നല്ല ആത്മീയ തൃപ്തിയോട് ദാഹത്തോടുകൂടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ആമേ അധ്യക്ഷനായി ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കണം. എല്ലാവരെയും ആശീർവദി. സൂമിലായിരിക്കും ഓരോരുത്തരെ അനുഗ്രഹിക്കും. ഞങ്ങളോട് ഉള്ളത്തെ തൊട്ടുണർത്ത് യേശു ക്രിസ്തു നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. എന്നുള്ള സമയം പ്രിയ ദേവദാസനായിട്ട് വേർതിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. പ്രിയ കർത്തൃദാസനെ ദൈവവചനത്തിനാണ് ക്ഷണിക്കുന്നു. വെൽക്കം പാസ്റ്റർ. ിക്കുന്ന ആത്മീക
സമ്മേളനം എനിക്ക് സാവകാശം നൽകിയതോർത്ത് തിരുനാമത്തിന് എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും ആദരവോടെ അർപ്പണം ചെയ്യുകയാണ്. അഭിഷിക്തരായ കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, വാത്സല്യ സഹോദരങ്ങൾ, നമ്മുടെ വാത്സല്യ പിഞ്ചു കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഗം പ്രസൈഡ് ചെയ്യുന്ന അഭിഷിക്തനും ആദരണീയനും അനുഗ്രഹീതനുമായ കർത്തൃദാസനോടുള്ള പ്രത്യേക ആദരവ് അറിയിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ പരിശുദ്ധ തൃത്വം എനിക്ക് പകർന്നു തന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് എല്ലാ മഹത്വവും അർപ്പണം ചെയ്യുകയാണ്. അല്പനേരത്തെ അനുവദനീയമായ സമയത്ത് ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 52-ാമത് വാക്യം. ശിഷ്യന്മാർ സന്തോഷവും നിറഞ്ഞതായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനാലുള്ള സന്തോഷം, അതിനാലുള്ള പ്രവൃത്തിയുടെ വൈശിഷ്ട്യം, അതിനാലുള്ള ദൈവസഭയുടെ സ്ഥാപനം, അതിൻ്റെ വ്യാപനം, ആദിയായി ചിന്താധാരകളുടെ അനുഗ്രഹീതമായൊരു വിശ്രുത ഗ്രന്ഥമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. ഈ വാക്യമാണ് നിങ്ങൾക്ക് നൽകുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. കർത്തൃ ശുശ്രൂഷയിൽ ശോഭിക്കുന്ന ദൈവദാസന്മാർ പലരുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒടുവിൽ പ്രാർത്ഥിച്ച കർത്തൃദാസൻ അടക്കമുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേക ആദരവുകൾ അറിയിക്കുകയാണ്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ആലോചനകളിൽ ലഭിപ്പാൻ കർത്താവ് കൃപ തരുമാറാകട്ടെ. 13-ാം അധ്യായം അതിൻ്റെ 52-ാമത് വാക്യം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു ശിഷ്യന്മാരെന്ന് വിളിക്കുന്നത് അന്നത്തെ വിശ്വാസ സമൂഹത്തെയാണ്. ആദിമസഭയിലെ വിശ്വാസ സമൂഹത്തെ ശിഷ്യന്മാരെന്നാണ് അപ്പോസ്തലപ്രവൃത്തിയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രാരംഭത്തിലൊന്ന് ഓർമ്മപ്പെടുത്താം. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ചില വിചാരങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തിലേക്ക് ഉണർത്തുവാനാണ് ഇന്ന് രാത്രി എനിക്ക് കിട്ടിയ നിയോഗം. അതിനെ ഞാൻ നിരുപാധികം ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഡോക്ടർ ലൂക്ക് എന്ന അനുഗ്രഹീതനായ വിശ്രുതനായ ഒരു സ്കോളറാണ് ഈ പുസ്തകത്തിൻ്റെ നിർമ്മിതാവ്, രചയിതാവ് എന്ന് നാം അറിയണം. അദ്ദേഹം തന്നെ ഒരു സുവിശേഷ ഗ്രന്ഥവും കൂടെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. രണ്ടും തികവാർന്ന ഗ്രന്ഥമാണ്. ഇതിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഇതിൻ്റെ ആവിഷ്കാര ഭംഗി വളരെ ശ്രേഷ്ഠമാണ്. വളരെ കൃത്യതയോടുകൂടെ, ചരിത്രബോധത്തോടുകൂടെ, അപ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ കാഴ്ചപ്പാടോടുകൂടെ ഇതിനകത്ത് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പൂർണ്ണത നമുക്ക് ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയതുപോലെ, മർക്കോസ് എഴുതിയതുപോലെ, യോഹന്നാൻ എഴുതിയതുപോലെ സംഭവങ്ങളെ തൊട്ടുണർത്തി പോവുക മാത്രമല്ല, അതിൻ്റെ ഒരു ക്ലാരിറ്റി ലൂക്കോസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ തരാം. 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും നാം സൂക്ഷിക്കേണ്ട അനുഗ്രഹീതമായ ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് എന്നറിയണം. ലൂക്കോസ് 1:3-4 അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. പക്ഷേ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര തത്വം, ഒരു കാര്യം പറയുവാൻ, പ്രസംഗിക്കുവാൻ, എഴുതുവാൻ അദ്ദേഹം സൂക്ഷിക്കുന്ന മൂല്യബോധം എന്താണെന്നറിയാൻ ലൂക്കോസ് 1:3-4 നമ്മൾ അറിയേണ്ടതുണ്ട്. നിനക്ക് ലഭിച്ച വാർത്തയുടെ നിശ്ചയം കണ്ടോ, ആ പദത്തിനിടയിൽ വര കൊടുക്കണം. നിശ്ചയമുള്ളത് മാത്രമേ പറയാവൂ, നിശ്ചയമുള്ളത് മാത്രമേ ചെയ്യാവൂ, നിശ്ചയമുള്ളത് മാത്രമേ അപരന് കൈമാറാവൂ, നിശ്ചയമുള്ളത് മാത്രമേ വാട്സപ്പോ, യൂട്യൂബോ, ഫേസ്ബുക്കോ, ട്വിറ്ററോ, ഇൻസ്റ്റാഗ്രാമിലോ ഫോർവേഡ് ചെയ്യാവൂ. നിശ്ചയമില്ലാത്ത ഒന്നും ഫോർവേഡ് ചെയ്യരുത്. നമ്മൾ 100 പേർക്ക് ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ആരെങ്കിലും വിവരമുള്ളവർ പറയും, സാറേ അത് ഫേക്ക് ന്യൂസ് ആണ് കേട്ടോ, അതിനെ ആർക്കും കൊടുക്കല്ലേ. അന്നേരം ഒരുമാതിരി ചമ്മിയ അനുഭവം ഉണ്ട് നമുക്ക്. എന്തെങ്കിലും കിട്ടാനിരിക്കാൻ നമ്മൾ വാരി വിതറാൻ. പക്ഷെ ലൂക്കോസ് പറയുന്നു, നിശ്ചയമുള്ളത് മാത്രം പറയണം, ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ അടുത്ത സംഗതി, നിശ്ചയമുള്ളത്
അറിയിക്കേണ്ടത്. അത് ക്രമം വേണം. പറയുന്നതിനും എഴുതുന്നതിനുമെല്ലാം ക്രമം വേണം. ഓക്കെ. മൂന്നാമത്, അത് സൂക്ഷ്മമായി പരിശോധിച്ചനന്തരം, ഫ്രം ദ ബിഗിനിങ്. ആ സൂക്ഷ്മ പരിശോധന ഫ്രം ദ ബിഗിനിങ് ആണ്, ആദ്യം മുതലേ സൂക്ഷ്മമായി. ഈ മൂന്ന് കാര്യങ്ങൾ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എളിഭ്യരാകുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറ്റവാളികളാകും. നമ്മൾ അറിഞ്ഞില്ല വ്യക്തമായി, നമ്മൾ കേട്ടില്ല വ്യക്തമായി, നമ്മുടെ ഒരു ധാരണയിൽ നമ്മൾ കയറി അങ്ങ് പെരുമാറിയത്, നമ്മൾ അഭിപ്രായം പറഞ്ഞത്, ഒടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകേണ്ടതായി വരും. അപ്പോൾ ഈ മൂന്ന് തത്വങ്ങൾ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം. നിശ്ചയം, ആത്മീയ വിഷയങ്ങൾ നിശ്ചയം വേണം, വചനത്തിൽ നിശ്ചയം വേണം. ഓക്കെ. സംഭവങ്ങൾ നിശ്ചയം വേണം, അതിൻ്റെ കാലം, അതിൻ്റെ കണക്ക്, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ ചരിത്രഭാഗം, ആരെഴുതി, എന്തിനെഴുതി, എന്നാ എഴുതിയത്, എന്തിനു വേണ്ടിയായിരുന്നു, ഇതെല്ലാം നന്നായി നിശ്ചയത്തോടെ വേണം. അപ്പോൾ തന്നെ ക്രമം, അവതരിപ്പിക്കുന്നതിന് ക്രമം വേണം. അപ്പോൾ തന്നെ സകലത്തെയും സൂക്ഷ്മമായി പരിശോധിക്കണം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ലൂക്കോസ് തൻ്റെ സുവിശേഷ ഗ്രന്ഥം എഴുതുമ്പോൾ ആദ്യം ഈ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് അത്യുന്നതന ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ വിശുദ്ധ പ്രജ ഉണ്ടാകുമെന്നല്ല പറയുന്നത്. മത്തായിയും മർക്കോസും ഒക്കെ അങ്ങനെ പറയുക. ആദ്യം ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുക്കിലേക്ക് വിടുക. പക്ഷേ യേശുവിൻ്റെ മുന്നോടിയായി വരാൻ പോകുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് അവൻ്റെ അപ്പനായ വൃദ്ധനായ മനുഷ്യൻ സക്കരിയാവിൻ്റെ അടുക്കിലേക്കാണ് ആദ്യം ഗബ്രിയേൽ ദൂതൻ പോകുന്നത്. ആ ചരിത്രം അതാണ് ക്രമം എന്ന് പറയുന്നത്. ക്രമം വളരെ ഭംഗിയാർന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ക്രമം. സൂക്ഷ്മ നിരീക്ഷണം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ ഗംഭീരമാണ്. അപ്പോസ്തലപ്രവൃത്തിയിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് പനിയായിരുന്നു എന്നാണ് മത്തായി മർക്കോസും പറയുക. കഠിന ജ്വരമായിരുന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. അതാണ് സൂക്ഷ്മമായി വീക്ഷിക്കുക. ഓക്കെ. പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു. ഏത് കാതാന്ന് മത്തായി മർക്കോസും പറയുന്നില്ല. ലൂക്കോസ് പറയുന്നു വലത് കാതറുത്തു. യേശു പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. ഏത് കൈയാണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ച ലൂക്കോസ് മാത്രം പറയുന്നു വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ. ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ എന്ന രക്തസ്രവക്കാരി സ്ത്രീയെക്കുറിച്ച് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലൂക്കോസ് എന്ന ഡോക്ടർ പറയുകയാണ് ഇനി ഒരു വൈദ്യനും സൗഖ്യമാക്കാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് കയറാൻ സമയം കിട്ടത്തില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. സൂക്ഷ്മമായി പരിശോധിക്കുക, നിശ്ചയമുള്ളത് പറയുക, അത് ക്രമമായി അവതരിപ്പിക്കുക. ഡോക്ടർ ലൂക്കിൻ്റെ ആവിഷ്കാര ഭംഗി ആ നിലയിലാണ്. നമുക്കും ഈ മൂന്ന് കാര്യങ്ങളെ നിരുപാധികമായി ജീവിതത്തിൽ ഏറ്റെടുക്കാം. മറ്റ് ഒരു പ്രതിസന്ധിയുടെയും ആരുടെയും മുമ്പിൽ നമ്മൾ എളിഭ്യരായി പോകാതിരിക്കാൻ ഈ വിശേഷ ഗുണങ്ങൾ നമുക്ക് ആത്മീയത്തിൽ അനിവാര്യമാണ്. വിടുന്നു അത്. ഇദ്ദേഹം എഴുതിയ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വളരെ അനുഗ്രഹീതമായ ചരിത്ര ഗ്രന്ഥമാണ്. ഈ മൂന്ന് ക്വാളിറ്റിയും നമുക്കതിൽ കാണാൻ കഴിയും. ഈ രണ്ട് ഗ്രന്ഥവും തയോഫലോസ് എന്ന് പറയുന്ന റോമൻ ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകമാണ്. ആദ്യം എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് അപ്പോസ്തല പ്രവൃത്തി നിലകൊള്ളുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ ആധികാരിക വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകം ഓർത്തിരിക്കണം: സഭയുടെ സ്ഥാപനം, സഭയുടെ വ്യാപനം. ഇത് രണ്ടുമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഉടനീളം 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നമുക്ക് കാണാൻ കഴിയുക. സഭ സ്ഥാപിക്കപ്പെടുന്നു, സ്ഥാപിക്കപ്പെട്ട സഭ വ്യാപിക്കപ്പെടുന്നു. അതിന് ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതരായ ശ്രേഷ്ഠന്മാരായ കുറേ ദൈവദാസന്മാർ ഉന്നം പിഴയ്ക്കാതെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. അതിനാധാരം അവരുടെ ബുദ്ധിയോ ജ്ഞാനമോ കീശയിലെ കാശിൻ്റെ കനമോ ബന്ധുപരമോ സ്വാധീനതയോ അല്ല. പകരം അതിനെല്ലാം അടിസ്ഥാനപരമായ ആധാരം പരിശുദ്ധാത്മ ശക്തിയാണ്. ഓക്കെ, ഇനി നാം പരിശുദ്ധാത്മം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ തൃത്വം, അതായത് അത്യുന്നതനായ ദൈവം ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നാണ്, മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നാണ്. ചില ദൈവദാസന്മാരൊക്കെ പറയാറുണ്ട് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാ. ഈ 1, 2, 3 എന്നൊക്കെ നമ്മൾ നമ്മുടെ വികലമായ ധാരണയിൽ പറയുന്നതാണ്. അവിടെ 1, 2, 3 എന്ന് പറയുന്ന ഹൈറാർക്കി ഒന്നുമില്ല. ദൈവം ദൈവമാണ്. ആ ദൈവത്തിലുള്ള 3 അവസ്ഥാന്തരങ്ങൾ 1, 2, 3 എന്ന് മേലുകീഴ് നിൽക്കുന്നതല്ല, ഒന്നായിട്ട് തന്നെ നിൽക്കുകയാണ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. വേദപുസ്തകത്തിൽ ഒരു വാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാനാവാത്തൊരു പ്രയോഗമാണ് നമ്മൾ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നൊക്കെ ശീലിച്ച് ആ ഒരു ഭരണവുമായിട്ട് അത് തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് 1, 2, 3 എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദൈവം ദൈവമാണ്. ആ ദൈവത്വത്തിലുള്ള 3 അവസ്ഥാന്തരങ്ങൾ, ആളത്വ മഹിമകൾ,
അതുകൊണ്ട് അതിനെ 1, 2, 3 എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാം ദൈവം ഇച്ചിരി വലിയത്, രണ്ടാം ദൈവം അതിനേക്കാൾ ചെറുത്, മൂന്നാം ദൈവം ഏറ്റവും ചെറുത്. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇടപാട് ദൈവത്വത്തിന് എതിരെയുള്ള ആക്ഷേപം കൂടിയാണെന്നറിയണം. അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആളത്വ മഹിമയെ നാം തിരിച്ചറിയണം. ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയുടെ വല്ലഭത്വമാണ് സഭയുടെ സ്ഥാപനത്തിനും സഭയുടെ വ്യാപനത്തിനും കാരണമായി മാറുന്നത് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന ആ പൂർണ്ണ പ്രയോഗം, പരിശുദ്ധ ആത്മാവ് എന്ന ആ പൂർണ്ണ പ്രയോഗം ബൈബിളിൽ ഉടനീളം 92 പ്രാവശ്യമാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കൂടെ അറിയണം. ഉൽപ്പത്തി മുതൽ അങ്ങ് വെളിപ്പാട് വരെ 92 പ്രാവശ്യമേ പരിശുദ്ധാത്മാവെന്ന പദമുള്ളൂ. അതിൽ പരിശുദ്ധാത്മാവെന്ന പ്രയോഗം പഴയ നിയമത്തിൽ 3 ഇടങ്ങളിലേ ഉള്ളൂ എന്ന് നാം അറിയണം. 3 ഇടങ്ങളിലെ പരിശുദ്ധാത്മാവ് എന്ന ആ പ്രയോഗമുള്ളൂ, ആ പൂർണ്ണ നാമം പറയുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം യഹോവയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവശക്തി എന്നൊക്കെയാണ് പറയുക. പരിശുദ്ധാത്മാവെന്ന പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ പരതി തെരഞ്ഞാൽ 3 ഇടങ്ങളിൽ, 1 51 സങ്കീർത്തനം 11 വാക്യം, 2 63 അധ്യായം യെശയ്യാ പ്രവചനം 10 വാക്യം 11 വാക്യം. ഒന്നുകൂടെ ആവർത്തിക്കാം. സങ്കീർത്തനം 51:11, യെശയ്യാ 63:10, 11. ഈ 3 ഇടങ്ങളിലല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന പൂർണ്ണ നാമം പഴയ നിയമത്തിൽ വേറെ എങ്ങും കാണുന്നില്ല. ഇനിയും 92 പ്രാവശ്യമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 89 പ്രാവശ്യം പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവെന്ന നാമം കൂടുതലായിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 89 ഇടത്ത് പറഞ്ഞിരിക്കുന്നതിൽ 40 പ്രാവശ്യവും അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്നറിയണം. അത് പ്രത്യേക ചിന്തയാണ്, അത് ഓർത്തുകൊള്ളണം. ഈ മുഖവരയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃത്തടത്തിൽ കരുതിക്കൊള്ളണം. 89 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. അതിൽ 40 പ്രാവശ്യവും അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഓരോ അധ്യായങ്ങളിലും സസൂക്ഷ്മം നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവ് എന്ന പൂർണ്ണ നാമത്തോടുകൂടിയോ അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ പേരോടുകൂടിയോ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന പ്രവൃത്തിയുടെ ചാരുത കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകിത്തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, 2, 3, 4 എന്ന അക്കമിട്ട് ആശയങ്ങളെ കുറിച്ചുകൊള്ളണം. ഒരു ഉണർവ് പ്രസംഗം എന്നതിലുപരി പഠനാർഹമായിരിക്കുന്ന ചില ചിന്താധാരകളെ ശ്രദ്ധയിലേക്ക് നൽകിത്തരുമ്പോൾ ഈ കൃപാകാലത്തിൽ, പരിശുദ്ധാത്മയുഗത്തിൽ, സഭായുഗത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരാന്തരിക ബന്ധം അല്ല, ആന്തരിക രമ്യത. ബന്ധമല്ല, രമ്യത. ബന്ധമുള്ള എല്ലാവർക്കും രമ്യത ഉണ്ടാകണമെന്നൊന്നുമില്ല. ബന്ധമാണ്, ഭാര്യ ഭർത്താവ് ബന്ധമാണ്, അപ്പൻ മകൻ, മകൻ മകൾ എന്നൊക്കെയുള്ള ബന്ധമാണ്. ചേട്ടനും അനിയനും, അനിയത്തി ചേട്ടത്തിയും, അമ്മാവിയമ്മയും മരുമകളും, അല്ലെങ്കിൽ അമ്മയും മകളും, നാത്തൂനും നാത്തൂനും, അളിയനും അളിയനും, ഇതൊക്കെ ബന്ധമാണ്. അത് റേഷൻ കാർഡ് എടുത്ത് നോക്കിയാലും പഞ്ചായത്തിൽ പോയി നോക്കിയാലും നമുക്ക് സഭാ രജിസ്റ്റർ നോക്കിയാലും ബന്ധങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഈ ബന്ധമുള്ളവർക്കെല്ലാം രമ്യത ഉണ്ടാകണമെന്നൊന്നുമില്ല. തമ്മി മിണ്ടാട്ടമില്ലാതെ അകന്നു കഴിയുന്ന ആളുകളുണ്ടാകാം. അപ്പം ബന്ധമല്ല പ്രസക്തി, രമ്യതയാണ് പ്രസക്തി. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവുമായി നമുക്ക് ബന്ധം പോരാ, ആന്തരിക രമ്യത വേണം. ഇൻറ്റേർണൽ റിലേഷൻ എന്ന് പറയുന്നതിനപ്പുറമായിട്ട് നാം പരിശുദ്ധാത്മാവുമായി ഒന്നാകണം. പരിശുദ്ധാത്മാവ് നമ്മിലും നാം പരിശുദ്ധാത്മാവിലും എന്ന് പറയുന്ന ഒരു ആന്തരിക ലയന ബന്ധം ഉണ്ടാകണം. അവിടെയാണ് സഭാജീവിതം അനുഗ്രഹിക്കപ്പെടുക. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ദ ലാസ്റ്റ് ചാൻസ് ആണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. പിതാവിൻ്റെ യുഗം കഴിഞ്ഞു, പുത്രൻ്റെ യുഗം കഴിഞ്ഞു, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ദൂത് അവസാനിപ്പിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം ഇനിയും മറ്റൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു സാഹചര്യമില്ല നന്നാകാൻ. പരിശുദ്ധാത്മാവാണ് ഏറ്റവും അവസാനത്തെ. പ്രത്യക്ഷനാകാൻ പോകുന്ന ക്രിസ്തുവിനു വേണ്ടി നാം സമാഗമിക്കേണ്ടതിന്, നമ്മെ യോഗ്യതയുള്ളവരാക്കി മാറ്റേണ്ടതിന് നമ്മെ ഒരുക്കുന്ന ആ നടപടിയാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാവിന് മുമ്പിൽ ഈ പെൺകുട്ടികളെ നിർത്തേണ്ടതിന് വേണ്ടി ഗേഹസി അവരെ മേക്കപ്പ് ചെയ്യുന്നത് പോലെ, ഗേഹസിയുടെ കയ്യിലാണ്, ഗേഹസി അല്ല ഗേഹായ്,
ഗേഹായിയുടെ കയ്യിൽ പെൺകുട്ടികളെ, നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത സുന്ദരികളായ പെൺകുട്ടികളെ ഗേഹായിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗേഹായി അവരെ ഒരുക്കിയാണ് രാജാവിൻ്റെ മുമ്പിലേക്ക് വിടുക എന്ന് പറഞ്ഞതുപോലെ പ്രത്യക്ഷനാകാൻ പോകുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് നിർമ്മല കന്യകയായി, കാന്തയായി നമ്മെ മേക്കപ്പ് ചെയ്ത് ആക്കി നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി നമുക്ക് ആന്തരിക രമ്യത വേണം. പരിശുദ്ധാത്മാവിനോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയണ്ട. ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത പെൺകുട്ടികളെല്ലാം രാജാവിനെ മുഖം കാണിക്കാൻ പോകാൻ നേരത്ത് ഗേഹായിയോട് പറയും, എനിക്ക് ആ കോട്ട് വേണം, ഈ കോട്ട് വേണം, ആ ചുരിദാർ വേണം, ഈ ടോപ്പ് വേണം, ആ കളർ വേണം, എനിക്ക് ഈ ആഭരണം വേണം എന്നൊക്കെ ഗേഹായിയോട് പറയും. ഗേഹായി അതെല്ലാം ക്രമീകരിച്ചു കൊടുക്കും. കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുക. പക്ഷേ എസ്തേറിൻ്റെ ഊഴം വന്നപ്പോൾ എസ്തേറിനോട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? എസ്തേർ പറഞ്ഞു, സർ പ്ലീസ്, എനിക്ക് എൻ്റേതായ ഓപ്ഷനൊന്നുമില്ല, അങ്ങ് പറയൂ, ഞാൻ എന്തോ ധരിച്ചുകൊണ്ട് വേണം പോകാൻ, ഞാൻ ഏത് ആഭരണം അണിഞ്ഞുകൊണ്ട് വേണം പോകാൻ, ഞാൻ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം പോകാൻ, അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ഗേഹായി പറഞ്ഞതല്ലാതെ ഒന്നും എസ്തേർ എടുത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? എസ്തേർ അങ്ങോട്ട് ചെല്ലുമ്പോഴേ രാജാവിനെ ഇവിടെ ബോധിച്ചു, പൊൻ ചെങ്കോൽ നീട്ടി. അതിനകത്തുള്ള ആത്മീയാശയം എസ്തേറിൻ്റെ പുസ്തകം നിങ്ങൾ പിന്നെ ഞങ്ങൾ വായിച്ചോണം. ഗേഹായിയോട് ഒരു ഓപ്ഷനും കൊടുക്കാതെ, സാറിൻ്റെ താല്പര്യം എന്താ, എന്നെ എങ്ങനെ വിടാനാ താങ്കൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ വിട്ടാട്ടെ. അതിൻ്റെ അടിസ്ഥാന വസ്തുത എന്താണെന്നറിയാമോ? രാജാവിൻ്റെ ഇഷ്ടം, രാജാവിൻ്റെ ഇംഗിതം അറിയാവുന്നത് ഗേഹായിക്കാണ്. എവിടുന്നോ വന്ന ഇവൾക്ക് രാജാവിൻ്റെ ഇഷ്ടമറിയില്ല, അനിഷ്ടമറിയില്ല. രാജാവിൻ്റെ കളർ സെൻസ് എന്താണ്, രാജാവിന് ഏത് സ്റ്റൈലാണ് ഇഷ്ടം, ഇതൊന്നും ഇവക്കറിയില്ല. അതറിയാവുന്ന ഒരേ ഒരാൾ ഗേഹായിയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ആശ, നമ്മുടെ ആവേശം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഇഷ്ടം എന്താണെന്ന് പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അത്യുന്നതിൻ്റെ ശക്തിയാൽ നിഴലിടുകയും ഇവിടെ ജീവിതം ആരംഭിക്കുകയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ ശുശ്രൂഷ ചെയ്യുകയും ഒടുവിൽ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്ത ആ ക്രിസ്തുവിനെ നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആന്തരിക രമ്യതയിൽ നമുക്കായാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടുകയും നമുക്ക് വേണ്ടി വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന പ്രതിഫലം ഒന്നുപോലും നഷ്ടമാകാതെ നമുക്കത് ലഭിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില ചിന്തകൾ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് നൽകാം. ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. 1-ാം അധ്യായം 4-ാം വാക്യവും 8-ാമത് വാക്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തത്തെ നാം ഉൾക്കൊള്ളണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കാതെ നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്. 1-ന്റെ 4-ാം വാക്യം. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ 1-ന്റെ 8 പറയുന്നു, പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കരുത്, പോകണം ഭൂമിയുടെ അറ്റത്തോളം. പ്രിയരെ, ഇത് നമ്മോടുള്ള ശക്തമായൊരു ദൂതാണ്. ഈ വാഗ്ദത്തത്തെ നമ്മൾ അതിൻ്റെ തനിമയോടെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു ശുശ്രൂഷ നടപടിക്കും ഇറങ്ങരുത്. എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയാം, എനിക്ക് സകല വാദിത്രങ്ങളും അറിയാം, എനിക്ക് പാടാൻ അറിയാം, സ്വരം, ലയം, താളം, ശ്രുതി ഇതൊന്നും തെറ്റാതെ എനിക്ക് പാടാൻ അറിയാം. ഇതൊക്കെ നമ്മുടെ കഴിവാണ്, കൊള്ളാം, നന്നായിരിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, എനിക്ക് ലീഡ് ചെയ്യാൻ അറിയാം, എനിക്ക് ലീഡറായിരിക്കാൻ അറിയാം. പക്ഷേ ഇതൊന്നും പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ശുശ്രൂഷ വിജയമാകണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമാകണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ അതിനു വേണ്ടി ഇറങ്ങാൻ. പക്ഷെ ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടെ ഇരിക്കുകയല്ല, ആത്മാവ് നമ്മളെ അയക്കുന്ന ഇടങ്ങളിലേക്ക് പൊക്കോണം. അതാണ് അതിൻ്റെ വസ്തുത. ഇന്ന് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത കുറേ ആളുകൾ നടത്താനും പുലർത്താനും നിയന്ത്രിക്കാനും കമ്മിറ്റി കളിക്കാനും നേതാവാകാനും ബഡ്ജറ്റ് അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവില്ലാത്ത കുറേ ആൾ, പരിശുദ്ധാത്മാവായിട്ട് ഒരിടപാടുമില്ല, അങ്ങനെ കുറേ ആളുകൾ. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പക്ഷെ ഒരു ഗുണവുമില്ല, വെറുതെ വീട്ടിനകത്തിരിക്കുക, ശീലീകരിച്ച മുറിക്കകത്ത് ഓഫീസ് സ്റ്റാഫായിട്ടിരിക്കുന്നതെന്നല്ലാതെ കവലയിലില്ല, കോളനികളിലില്ല, ഇടവഴിയിൽ, പെരുവഴിയിൽ, പട്ടണപ്രാന്തങ്ങളിൽ, ഗ്രാമവീഥികളിൽ ഇല്ല. ഈ പാട്ടും പരിപാടിയൊക്കെ കൊള്ളാം, ഫീഡ്ബാക്ക് അടക്കമുള്ള സകല സംഗതികളും സെറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് പാടും, കവലയിൽ നിന്ന് പാടത്തില്ല. കപ്പടമീശ കൊണ്ട് അമ്പട ഞാൻ എന്നുള്ള പരുവത്തിൽ നമ്മളെ പൊക്കിയെടുത്ത് തറയിൽ അടിക്കാൻ പാകത്തിന് നിൽക്കുന്ന കുറേ സുവിശേഷ വിരോധികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു മാത്രമാണ് രക്ഷകനെന്ന് പറയാനുള്ള കരുത്തില്ലാതെ പ്രാപിച്ച ശക്തിയോടുകൂടെ മുറിക്കകത്ത് തന്നെ ഇരിക്കുക, ഫെയ്ത്തോമിനകത്ത് തന്നെ ഇരിക്കുക.
ആശ്രമത്തിനകത്ത് തന്നെ ഇരിക്കുന്ന കുറെ വില്ലന്മാരുണ്ട്, വില്ലത്തികളുമുണ്ട്. അതുപോലെ ഈ 1:4 പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഇറങ്ങാവൂ. 1:8 പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പിന്നെ അവിടെ ഇരിക്കരുത്, ആത്മാവ് അയക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം. ഇത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് സഭയെ വ്യാപകമാക്കാൻ കഴിയാത്തത്. സഭ ഓൾറെഡി സ്ഥാപിതമായി, പക്ഷെ അതിനെ വ്യാപകമാക്കണം. എവിടെയും, മലബാറോ കാസർഗോഡോ കോഴിക്കോടോ കണ്ണൂരോ കുമ്പനാട്ടും പുല്ലാട്ടും കോഴഞ്ചേരിയിലും തെക്കേമലയിലും മാത്രം പോരാ ദൈവസഭ. ഇവിടെ മാത്രം പോരാ ജനറൽ കൺവെൻഷന്റെ മാമാങ്കങ്ങൾ. പിന്നെ ഇന്ത്യയുടെ എല്ലാ കോണുകളിലും, കേരളത്തിന്റെ സമസ്ത മേഖലകളിലും. അതിന് ഈ 1:4 വാക്യവും 8 വാക്യവും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ തോത് വിശാലമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ അടുത്തതിലേക്ക് മാറുകയാണ്. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രാപണമാണ്. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 2:1 മുതൽ 4 വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് നമുക്ക് കാണാൻ കഴിയും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരിടത്ത്. ആ ഒന്നിച്ച് ഒരിടത്ത് എന്നൊക്കെയുള്ള പ്രയോഗം വളരെ ചിന്തനീയമാണ് കേട്ടോ. അപ്പോസ്തലപ്രവൃത്തിയിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കേണ്ടി വരുന്നു, ഒന്നിച്ച് ഒരിടത്ത് ഒരുമനപ്പെട്ട് ഒരുപോലെ കൂടിയിരുന്നു എന്നൊക്കെ ഉള്ളത്, ഒന്നിച്ചു കൂടിയിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മ ശക്തിയുടെ പ്രാപണം. അവിടെ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ഒരു വലിയ മുഴക്കം, വലിയ അഗ്നിജ്വാലയുടെ കാഴ്ച. ദേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുഴക്കം, ഒരു കാഴ്ച. കണ്ടില്ലേ? മുഴക്കം എന്താ? ഭയങ്കരമായ കൊടുങ്കാറ്റിന്റെ മുഴക്കം. കാഴ്ച എന്തായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ആ പെയ്തിറങ്ങൽ, ഒരു അഗ്നിനാവുകൾക്ക് സമാനമായ കാഴ്ച. മറ്റൊരു ചിന്ത കൂടുണ്ട്, ഒരു ഭാഷ. അപ്പോൾ ഒരു മുഴക്കം, അത് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റോടുകൂടെ ശക്തമായ കൊടുങ്കാറ്റ് പോലെ. അവിടെ വായിക്കുന്നുണ്ട് അങ്ങനെ, കൊടുങ്കാറ്റിന്റെ മുഴക്കം. അടുത്തതൊരു വിശേഷമായ കാഴ്ച, അഗ്നിനാവുകളുടെ കാഴ്ച. അടുത്തതൊരു ഭാഷ. അവരവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ അവർ സംസാരിച്ചു. ഇനി അവിടെ 4:3-2 അങ്ങനെ വായിക്കുമ്പോൾ, താഴേന്ന് മുകളിലേക്ക് വായിക്കുമ്പോൾ അർത്ഥം വ്യക്തമാകുന്ന 3 ചിന്തകളോട് പറയാം. അവരുടെ മേൽ നിറഞ്ഞു എന്ന് വായിക്കുന്നുണ്ട് 3-ാം വാക്യം. അവർ കൂടിയിരുന്നു, അവരുടെ മേൽ നിറഞ്ഞു, 3-ാം വാക്യം. 4-ാം വാക്യം പറയുന്നത് അത് അവരിൽ നിറഞ്ഞു. 2-ാം വാക്യം പറയുന്നത് അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആ എഴുതിയിരിക്കുന്ന രീതി അനുസരിച്ച് വായിച്ചാൽ എൻ്റെ ക്രമം തെറ്റിപ്പോകും. വീട് നിറഞ്ഞു, പിന്നെ അവരുടെ മേൽ വന്നു, പിന്നെ അവരിൽ നിറഞ്ഞു. അങ്ങനെ വരാൻ പാടില്ല. 3-ാം വാക്യം ശ്രദ്ധിക്കണം. അത് അവരുടെ മേൽ വന്നു. കാത്തിരുന്ന 120 പേരുടെ മേൽ വന്നു. മേൽ വന്ന ആത്മാവ് അവരിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്തെക്കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മേൽ വരിക. ആ മേൽ വന്ന ആത്മാവ് നമ്മിൽ നിറയുക. നമ്മിൽ നിറഞ്ഞിട്ട് അത് ഒഴുകി പുറത്തേക്ക് വരുമ്പോൾ കൂടിയിരുന്ന എല്ലാവരുടെയും ഇടയിൽ അത് വ്യാപരിക്കുന്നു. ഇതാ പരിശുദ്ധാത്മ വ്യാപാരം. ഇതാണ് പ്രാപണം എന്ന് പറയുന്നത്. മേൽ പ്രാപിക്കണം. അത് പഴയ നിയമ വിശുദ്ധന്മാർ, ദാവീദിന്റെ മേൽ വന്നപ്പോഴാണ് അദ്ദേഹം നൃത്തം ചെയ്തത്. ശിംശോന്റെ മേൽ വന്നപ്പോഴാണ് സിംഹത്തെ കീറിയതും നഗരകവാടം ഇളക്കിയെടുത്തുകൊണ്ട് പോയതും ഫെലിസ്ത മല്ലന്മാരെ കൊന്നുകൂട്ടിയതുമെല്ലാം മേൽ വന്നപ്പോഴാണ്. ഓക്കെ, പ്രവാചകന്മാരുടെ മേൽ വരികയായിരുന്നു. ശൗലിന്റെ മേൽ വന്നപ്പോഴാണ് അദ്ദേഹം പ്രവചിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ശമൂവേലിന്റെ പുസ്തകം 10:10 1 ശമൂവേൽ. അപ്പൊ ഇവരുടെയൊക്കെ മേൽ ആണ് വന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മേൽ വന്നാൽ പോരാ. യെഹെസ്കേൽ പ്രവചനം 36:27 പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും എന്ന് പറഞ്ഞാൽ ഈ മേൽ കൊടുത്തവരൊക്കെ അതുകൊണ്ട് കളഞ്ഞു. ശൗൽ കൊണ്ട് കളഞ്ഞു ഗിൽബോവ പർവ്വതത്തിൽ, ദാവീദ് കൊണ്ട് കളഞ്ഞു ഊരിയാവിൻ്റെ ഭാര്യയോടുകൂടെ ഉള്ളതായിരിക്കുന്ന സംഗമത്തിൽ, ശിംശോൻ കണ്ട് കളഞ്ഞു ദലീലയുമായിട്ടുള്ള ഇടപാട്, വേശ്യാസ്ത്രീയുമായിട്ടുള്ള ഇടപാട്, ഫെലിസ്ത്യ കന്യകമായിട്ടുള്ള ഇടപാടിൽ പ്രാപിച്ചതിനെ കൊണ്ട് കളഞ്ഞു. ഇങ്ങനെ പലരും മേൽ പ്രാപിച്ചതിനെ കൊണ്ട് കളഞ്ഞപ്പോൾ ദൈവം വ്യവസ്ഥിതി മാറ്റുന്നു. യെഹെസ്കേൽ 36:27 പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, മേലല്ല. മേൽ പ്രാപിച്ചവനൊക്കെ ഇതുകൊണ്ട് കളഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കും. 36:27 വായിച്ചോണം, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കും. അപ്പൊ ചട്ടപ്രകാരം നടക്കണമെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെങ്കിലേ മതിയാവും. അതാണ് പ്രാപണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം. അത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. എഫേസർ 1:19 നമ്മൾ കാണുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ആ വ്യാപരിക്കുന്ന 1 നമ്മുടെ മേൽ ആണ്, 2 നമ്മുടെ ഉള്ളിൽ ആണ്, 3 നമ്മുടെ ഇടയിൽ ആണ്. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ 2 ദൈവദാസന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. 2 വ്യക്തികൾ, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ദൈവാത്മാവ് വസിക്കണം. മാതാപിതാക്കളുടെയും മക്കളുടെ ഇടയിൽ
ചേട്ടൻ്റെ അനിയൻ്റെ ഇടയിൽ, ചേട്ടത്തിയുടെ അനിയത്തിയുടെ ഇടയിൽ, നാത്തൂൻ്റെ ഇടയിൽ, അളിയൻ്റെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി. കീർപ്പുണ്ടാകത്തില്ല, സ്പർദ്ധ ഉണ്ടാകത്തില്ല, ധാർഷ്ട്യമോ ധിക്കാരമോ താൻപോരിമയോ അഹന്തയോ അഹങ്കാരമോ ഉണ്ടാകത്തില്ല. ഒരുമിച്ച് ചേർന്ന് നിൽക്കും. ആത്മാവിൻ്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കാൻ പറ്റും. അതാണ്. അപ്പം മേൽ വരണം. മേൽ വന്നാൽ മാത്രം പോരാ. അത് പഴയ നിയമത്തിൻ്റെ കാലത്തിൻ്റെ മാത്രം ഒരവസ്ഥയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ ആത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കണം. അകത്ത് വ്യാപരിച്ച ആത്മാവ് അതിൻ്റെ സ്വഭാവം മഹിമ കൊണ്ട് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന പരുവത്തിൽ നമ്മുടെ ഇടയിൽ, അതായത് ഈ കട്ട കെട്ടുന്ന മേശരിമാരുടെ കൂടെ പോയി നിൽക്കണം. മൈക്കാട് നിന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ദൂരെ മാറി നിന്ന് കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. ഓരോ ഘട്ടവും എടുത്തു വയ്ക്കുമ്പോൾ 2 കട്ടകൾ എവിടെയൊക്കെ തമ്മിൽ ചേരുന്നുണ്ടോ അവിടെ സിമെൻ്റ് ഇടാറുണ്ട്. സിമെൻ്റ് ഇട്ട് അതിന് പുറത്താണ് കട്ട വയ്ക്കുക. ആ കട്ടയുടെ 4 കോണിൽ എവിടൊക്കെയാണോ വേറൊരു കട്ട ചേർന്ന് വരുന്ന അവിടെ സിമെൻ്റ് ഇടും എന്ന് പറഞ്ഞതുപോലെ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി പണിയേണ്ടതിന് ഈ ആത്മാവെന്ന ചാന്തിട്ട് ഉറപ്പിച്ച് കെട്ടിക്കേറി പോകണം. എങ്കിലേ ആത്മീയഗ്രഹം അതിൻ്റെ തനിമയോടെ നമുക്ക് നിലനിർത്താൻ പറ്റും. ബന്ധങ്ങളിൽ സുതാര്യതയും സുദൃഢതയും സുശക്തമായ നിലപാടും നിലനിർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ ഇടയിൽ ആത്മാവ് വസിച്ചേ പറ്റുകയുള്ളൂ. ആത്മാവ് അകത്ത്, നമ്മുടെ ബന്ധങ്ങളുടെ അകത്തില്ലാതെ വരുമ്പോഴാണ് ഈ കീർപ്പ്, കുന്നായ്മ, കുശുമ്പ്, സ്വാർത്ഥത, സ്പർദ്ധ ഒക്കെ ഉള്ളത്. ചിരിച്ചു കാണിക്കും ഭയങ്കരമായിട്ട്. അയ്യോ ബ്രദറെ, പ്രൈസ്തലോട് ഞാൻ ഇപ്പം അങ്ങോട്ട് ഓർത്തതേ ഉള്ളായിരുന്നു, ഞങ്ങൾ എന്നോട് ഇപ്പോഴും അങ്ങോട്ട് പറഞ്ഞ് വായിലോട്ട് നാക്കങ്ങോട്ട് ഇട്ടതേ ഉള്ളായിരുന്നു, അപ്പോഴാണ് വന്നത്. ഓ എന്തുകൊണ്ട് വിശേഷം. പക്ഷേ അതുവരെ പറഞ്ഞ എന്തുവാന്നുള്ളത് ഒടയ തമ്പുരാനെ അറിയത്തുള്ളൂ. അതുവരെ ഈ പുള്ളിയെക്കുറിച്ച് പറഞ്ഞത് എന്താ, ചിന്തിച്ചെന്താ എന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ വെറുതെ പ്രകടനം കാണിക്കുക, പ്രഹസനം കാണിക്കുക, ആന്തരികമായ രമ്യതയില്ലാതെ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ ആത്മാവ് വസിച്ചാൽ സുതാര്യതയുടെ ബന്ധം, സുദൃഢതയുടെ ബന്ധം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം അനിവാര്യമായ കാര്യമാണ്. പഴയ നിയമത്തിലാണ് മേൽ, പുതിയ നിയമത്തിലെല്ലാം ആന്തരികമായ ബന്ധമാണ്. 2 തിമോത്തിയോസ് ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മറക്കണ്ട. 2 തിമോത്തിയോസ് 1:14 നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവെന്നാണ് പറയുക. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്താണെന്നുള്ളതിന് ഒത്തിരി വാക്യമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, യോഹന്നാൻ 7-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുക. ഓക്കെ, ഒത്തിരി വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 2:27, 1 യോഹന്നാന്റെ ലേഖനം 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ, നിങ്ങളുടെ മേലല്ല, നിങ്ങളിൽ. അപ്പോൾ ആത്മശക്തി നമ്മുടെ അകത്ത് വസിക്കണം. അകത്ത് വസിക്കണമെങ്കിൽ അകം അതിന് ശുദ്ധമാകണം. അകത്തേതെങ്കിലും അനാത്മീകതകളെ വെച്ചു മുറപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ആത്മാവ് വസിക്കത്തില്ല. ആത്മാവ് അകത്ത് വസിക്കണമെങ്കിൽ അകം ശുദ്ധമാകണം. ഓക്കെ, അപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആത്മപ്രാപണമാണ് എന്ന വസ്തുത മറന്നു പോകരുത്. ഇവിടെ ഒരു വിശേഷ ചിന്ത ഞാൻ പറയാം. ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മഹത്തായ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ദൈവവചനത്തിൻ്റെ മഹനീയമായിരിക്കുന്ന ആലോചനകൾ കേൾക്കാനും പഠിക്കാനും പ്രാപിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പറ്റം ദൈവമക്കളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന വിശ്വാസത്തോടെ തുറന്നു പറയാം. ഈ പ്രാപണത്തിന് മുൻപ് ഒരു പദം ഞാൻ പരിചയപ്പെടുത്താം. ഈ പ്രാപണം പ്രാപിച്ചതിന് ശേഷമുള്ളൊരു പദം ഞാൻ പരിചയപ്പെടുത്താം. ഈ 2 പദത്തെ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:15, 2-ാം അധ്യായം 1 മുതൽ 4 വരെ ആണല്ലോ പ്രാപണം. അങ്ങനെയാണെങ്കിൽ 1:15 നോക്കിക്കേ. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം. സംഘം എന്ന പദം അടിയിൽ വര കൊടുക്കണം, നോട്ടിലേക്ക് നിങ്ങൾ എഴുതണം. സംഘം പരിശുദ്ധാത്മാവ് പ്രാപണം നേടിയവരല്ല, വാഗ്ദത്തം കിട്ടിയവരാ, പക്ഷെ പ്രാപിച്ചിട്ടില്ല. വാഗ്ദത്തമേ ഉള്ളൂ, പ്രാപിച്ചിട്ടില്ല. ഇനി പ്രാപണം കഴിഞ്ഞൊരു പദം ഞാൻ പരിചയപ്പെടുത്താം. പ്രാപണം കഴിഞ്ഞൊരു പദം, അത് 2:47 2-ാം അധ്യായം അതിൻ്റെ 47-ാമത് വാക്യം. 2:47 എന്താ പറയുക? അവിടെ വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 2:47. ഈ 2 പദങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ ആഴത്തിൽ. 1:15 പ്രാപണത്തിന് മുൻപാണ് അവരെ വിളിക്കുന്നത് സംഘമെന്നാണ്. 2:47 വിളിക്കുന്നത് പ്രാപണത്തിന് ശേഷമുള്ളവരെ സഭയെന്നാ വിളിക്കുക. ഇതിനകത്ത് രസകരമായൊരു കാര്യം, ഈ 1:15 പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, അന്ത്രയോസുണ്ട്, സകല പുള്ളികളുണ്ട്. 2:47 ഇവരുണ്ട്. പക്ഷെ 1:15 പത്രോസ് അല്ല, 2:47 പത്രോസ്. 1:15 യോഹന്നാൻ അല്ല, 2:47. 1:15 യാക്കോബ് അല്ല, 2:47. എന്താ സംഭവിച്ചേ? 1:15 ഉള്ള പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ ആളാണ്.
1:15 യോഹന്നാനും യാക്കോബും ഗുരു ഇവരെ ആകാശം തീയിറക്കിയവന്മാരെല്ലാം കത്തിച്ചു കളയാൻ ലൂക്കോസ് 9-ാം അധ്യായത്തിൽ യേശുവിനെ ഒരു ശുപാർശ ചെയ്യുന്ന പുള്ളികളാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്വഭാവ വൈകൃതങ്ങൾ, സ്വഭാവ വികല്പങ്ങൾ, സ്വഭാവത്തിന്റെ ഒട്ടനവധി ദൂഷ്യവശങ്ങൾ, ദുശീല ദുർഗുണങ്ങൾ ഒക്കെ ഉള്ളവരാണ് അവർ. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് വഴക്കുണ്ടാക്കിയവരാണ്. യേശുവിന്റെ നാമത്തിൽ വേറൊരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന കണ്ടിട്ട് അവനെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാതെ അവനെ ഒഴിവാക്കിയിട്ട് വന്നവരാണ് ഇവർ. ഒരാൾ തന്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകാതെ യേശു അവരുടെ അവിശ്വാസത്തെ ശാസിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഒത്തിരി ജീവിതത്തിന്റെ വൈകൃതങ്ങൾ, സ്വഭാവ വൈകൃതങ്ങളുള്ളവരാണ്. അവരാണ് 1:15 അവരെയാണ് സംഘം എന്ന് പറയുന്നത്. എന്നാൽ ആ സംഘത്തിലുള്ളവരെ മുഴുവനും 2:1 മുതൽ 4 വരെയുള്ള തീച്ചുളയ്ക്കകത്തൂടെ കയറ്റി ഇറക്കി 2:47 കൊണ്ടുവന്നപ്പോൾ അവരുടെ പേര് മാറുന്നു, അവർ സഭയായി മാറി. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, സംഘമല്ല സഭ, സഭയല്ല സംഘം. സംഘത്തിന്റെ പ്രത്യേകത, സംഘത്തിൽ ഡെമോക്രസിയാണ്, സഭയിൽ തിയോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. ഒരു നേതാവിൻ്റെയും കുറെ സിൽബന്ദികളുടെയും, ഒരു നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളുടെയും, ഒരു നേതാവിൻ്റെ സാമ്പത്തികം, ഒരു നേതാവിൻ്റെ രീതിശാസ്ത്രം, അതനുസരിച്ച് സംഘം പോകുന്നു. ബഡ്ജറ്റ് അവതരണം, കസേരകളി, പാനല്, എലക്ഷന്, വോട്ടെടുപ്പ്, തൊഴുത്തിക്കുത്ത്, കസേരകളി, ഇതെല്ലാം കൂടെ ഉള്ള ഗ്രൂപ്പിന് കൊടുക്കാവുന്ന പേരാണ് സംഘം. മനസ്സിലായില്ലേ? പക്ഷെ സഭയ്ക്കകത്ത് ഇതൊന്നുമില്ല. സഭ കാതോർക്കുന്നു, ഞങ്ങളിൽ ആരെയാണ് അയക്കാൻ പോകുന്നത്, ഞങ്ങളിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നത്, ഞങ്ങളെ ആരെയായാലും അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിൽ ദൈവശബ്ദം കേൾക്കുന്നു, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ബർണ്ണബാസിനെയും പൗലുസിനെയും വേർതിരിപ്പീൻ. അല്ലാതെ നിങ്ങളെല്ലാവരും കൂടി 2 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനല്ല പറയുന്നു. അപ്പൊ സംഘവും സഭയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. സംഘത്തിന് ഉപദേശത്തിന് സ്ഥായിയില്ല, സഭയ്ക്ക് ഉപദേശത്തിന് സ്ഥായിയായ ഉപദേശമുണ്ട്. പഠിച്ചോണം നന്നായിട്ട്. സംഘത്തിന് ഉപദേശ സ്ഥായിയില്ല. കാരണം പ്രസിഡന്റ് മാറി മാറി വരുമ്പോൾ, ചെയർമാൻ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഉപദേശമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന ചെയർമാൻ പറഞ്ഞു നമുക്ക് വേർപാടും വിശുദ്ധിയും വേണം. പുതിയ ചെയർമാൻ പറയുക ആഭരണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നേതാവ് മാറുന്ന പറഞ്ഞാൽ സംഘത്തിന്റെ ഉപദേശം മാറും. പക്ഷെ സഭയുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ വിലയായ ഉപദേശമാണ്. മാറ്റണമെന്നും ഊരണമെന്നും ഇട്ടോളം പറയുന്ന വ്യവസ്ഥാപിതമായ ആ ആശയത്തിന് മാറ്റമില്ല. മാനുഷികമായിരിക്കുന്ന ഒരിടപാടുമില്ല. അതാണ്. അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് സംഘത്തിലാണോ സഭയിലാണോ എന്നൊരു തീരുമാനം എടുത്തേ. പാട്ട് 2ാം റൗണ്ട് വരുമ്പോൾ നമ്മളെ പിടിക്കാൻ 16 പേര് വേണം. താളവും മേളവും അതിൻ്റെ താളാത്മകതയും ബഹളാത്മകതയും എല്ലാം കൂടെ വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഒരുമാതിരി ഉന്മാദത്തിലായിട്ട് ഉണർവെന്ന് പേരിട്ട് നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുക. നമ്മൾ സഭയിലാണോ സംഘത്തിലാണോ എന്ന് ചിന്തിക്കുക. ക്രിസ്തു എന്ന നേതാവിൻ്റെ കൂടെയാണോ അതോ ഒരു മാനുഷിക നേതാവിൻ്റെ പിണിയാളായിട്ട് പോവുകയാണോ? അദ്ദേഹത്തിൻ്റെ ഒരു കാവലാളായിട്ട് നിൽക്കുകയാണോ അതോ ക്രിസ്തുവിന് വേണ്ടി മാത്രം നിൽക്കുന്നയാളാണോ? നാം തിരിച്ചറിയണം. സംഘം, സഭ. ആത്മാവിൻ്റെ പ്രാപണത്തിന് മുൻപുള്ളത് സംഘമാണ്. ആത്മപ്രാപണം കഴിഞ്ഞാൽ പിന്നീട് ക്ഷമിക്കാൻ, സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, പവിത്രം, പരിപാവനം, അനന്യം, നീതിയായിട്ടുള്ള ജീവിത മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് സഭ. സംഘമല്ല സഭ, സഭയല്ല സംഘം. സംഘത്തിനകത്ത് പ്രമാണിത്വമാണ്, സഭയ്ക്കകത്ത് ആത്മാധിപത്യമാണ്, ആത്മാധിവാസം. കാരണം ഇതിനകത്ത് അധ്യക്ഷരെ നിയമിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തി 20:28 വായിച്ചു നോക്കണം. ദൈവത്തിന്റെ സഭ, ക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭ, പരിശുദ്ധാത്മാവ് അധ്യക്ഷരെ നിയമിക്കുന്ന സഭ. സംഘത്തിനകത്ത് പരിശുദ്ധാത്മാവിന് റോളൊന്നുമില്ലെന്ന്. സംഘത്തിനകത്ത് റോള് പ്രമാണിമാർക്കാണ്, അവരുടെ ഡ്രൈവർമാർക്കാണ്. നേതാവിനെ കൊണ്ടു നടക്കുന്ന ഡ്രൈവർ പറയുന്ന പോലെ കാര്യം നടക്കുന്നത്. ഇന്ന ഭാഷയെ നമുക്ക് ഉഗാണ്ടയിലോട്ട് മാറ്റാം, ഉഗാണ്ടയിലുള്ള ഭാഷയെ നമുക്ക് കാസർഗോട്ട് കൊണ്ടുവരാം, അങ്ങ് വയനാട്ടിൽ നിന്ന് നമുക്ക് പുള്ളി അങ്ങ് കളിക്കവളിലോട്ട് മാറ്റാം. ഇതാരാ പറയുന്നതെന്ന് അറിയാമോ? നേതാവിനെ കൊണ്ടുപോകുന്ന ഡ്രൈവർ പറയുന്ന കേട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കുറെ ഡ്രൈവർമാരും രക്ഷിക്കപ്പെടാത്ത കുറെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. ദൈവസഭയെ മൂടിച്ച് നാശമാക്കുകയാണ്. സംഘമാണ് അതെല്ലാം. സഭയ്ക്കകത്ത് ദൈവാധിപത്യം, സഭയ്ക്കകത്ത് ആത്മാധിപത്യം, സഭയ്ക്കകത്ത് ഉപദേശത്തിന്റെ വ്യവസ്ഥാപിതമായ നിലപാട്. ഇവിടെ നിരവധി സഭാ സംഘടനകളിൽ നിന്ന് കെട്ടുതാലി പൊട്ടിച്ച് ആഭരണം ഊരിക്കളഞ്ഞിട്ട് ലക്ഷങ്ങൾ വില വരുന്ന സ്വത്തെല്ലാം കളഞ്ഞിട്ട് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ് ഓടിക്കേറി വന്നവരോടെല്ലാം നമ്മൾ തൊഴുതുകൊണ്ട് ക്ഷമ പറയണം. അടിസ്ഥാന ഉപദേശത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാ ഇപ്പൊ പറയുന്നേ. നേതാവിനെ ഏതാണ്ട് വാർദ്ധക്യം ബാധിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇപ്പൊ പറയുക ഇട്ടാലും കുഴപ്പമില്ല.
വിളിക്കും നേരം ആ പാട്ട് പാടാൻ നേരമായി. ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ എന്നുള്ള പാട്ട് പാടാൻ നേരമായപ്പോൾ പടക്കം പൊട്ടിക്കുക. ഇട്ടാലും കുഴപ്പമില്ല, ഊരേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. എന്നെ ഗതികട നോക്കണം. സഭയെല്ലാവരും കൂടെ നയിച്ച് എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? സംഘത്തിലാക്കി. സഭ എവിടെയോ പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ വളരെ ഭയത്തോടെ അപ്പൊ തന്നെ വളരെ എളിമയോടെ പറയാം, സംഘത്തിലേക്ക് ചുവട് മാറ്റി ചവിട്ടരുത്. സഭയിൽ തന്നെ നിൽക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ സഭയിൽ തന്നെ നിൽക്കണം. സഭയുടെ ഉപദേശം വ്യവസ്ഥാപിതമാണ്. അത് കാലാനുസൃതമായി മാറുന്നതല്ല. നേതാവ് മാറുന്നതനുസരിച്ച് ഉപദേശം മാറുന്നില്ലെന്ന് പഠിച്ചോണം. അത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്, അത് ഏറ്റവും ഗൗരവമായ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ആത്മപ്രാപണത്തിന് മുൻപ് നാം നിന്ന തട്ടകത്തിന്റെ പേരാണ് സംഘം. ആത്മപ്രാപണത്തിന് ശേഷം നാം നിൽക്കുന്ന തട്ടകത്തിന്റെ പേരാണ് സഭ. സഭ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വേർഡൊന്നും എടുക്കാൻ നേരമില്ല. സഭയുടെ ഗ്രീക്ക് വേർഡ് എന്താണെന്നറിയാമോ? കൊറിയക്കോൺ. കൂറിയോസ് എന്ന് പറഞ്ഞ കർത്താവ്, കൊറിയക്കോൺ എന്ന് പറഞ്ഞ കർത്താവിന്റെ വകയെന്നാണ്. കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ചത്. നമ്മൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കി, ടീം ഉണ്ടാക്കി, സെന്റർ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണം മുടക്കിയപ്പോഴുണ്ടായതായിരിക്കാം. കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, അത് വെക്കാനുള്ള സ്ഥലം, ഇതൊക്കെ നമ്മൾ പണം മുടക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ സഭ കർത്താവ് ഉണ്ടാക്കിയപ്പോൾ പ്രാണനാണ് മുടക്കിയത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വക എന്ന് പറയുന്നത്. ചില പറയുന്നത് കേട്ടില്ലേ, എൻ്റെ സെന്റർ, എൻ്റെ സഭ, എൻ്റെ ടീം, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ അപ്പൻ്റെ പ്രസ്ഥാനം, എൻ്റെ അമ്മാവിയപ്പൻ്റെ എൻ്റെ പറയുന്നതിൻ്റെ കാര്യം എന്താ? പണം മുടക്കിയത് കൊണ്ടാണ്. പക്ഷെ കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്നത് പ്രാണൻ മുടക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് സഭ കർത്താവിൻ്റെതാണ്. ആ കർത്താവിൻ്റെ സഭ, അതാണ് കുറിയക്കോൺ എന്ന് പറയുന്നത്, കർത്താവിൻ്റേത്. അതിനെയാണ് ആ ഗ്രീക്ക് വേർഡ് സ്കോട്ടിഷ് ലാംഗ്വേജിൽ എത്തിയപ്പോൾ കുറിയക്കോൺ എന്നുള്ളത് ക്രിക്ക് എന്നായി. ആ ക്രിക്ക് ജർമ്മൻ ലാംഗ്വേജിൽ എത്തിയപ്പോൾ കർച്ച് എന്നായി. ജർമ്മനിലെ കർച്ച് എന്നുള്ളത് ഇംഗ്ലീഷിൽ എത്തിയപ്പോൾ ചർച്ച് എന്നായി. ചർച്ച് എന്നുള്ളതിന് ഉത്തമമായൊരു മലയാളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭാഷയിൽ നിന്നൊരു പദം അങ്ങ് എടുത്തതാ സഭ. സഭ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആത്മീയമൊന്നുമല്ല. സഭയിൽ ആത്മീയമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. സഭ എന്ന പദം ആത്മീയമല്ല. സഭ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം മുമ്പേ പറഞ്ഞ പോലെ സംഘം, ഗ്രൂപ്പ്, സമിതി, കൂട്ടം എന്നൊക്കെ അർത്ഥമുള്ളൂ. കർത്താവിന്റെ വക, ചേർച്ച് എന്ന പദം തന്നെയാണ് നല്ലത്. മലയാളത്തിൽ അങ്ങനെ വേറെ പദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സഭ ഉപയോഗിക്കുന്നു. സഭ എന്ന പദം ആത്മീയമല്ലെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഈഴവ മഹാസഭ കേട്ടിട്ടുണ്ടോ? നായർ മഹാസഭ, ആദിവാസി ഗോത്ര മഹാസഭ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒത്തിരി സഭകളുണ്ട്. ഓക്കെ, ദളിത് മഹാസഭ, നിയമസഭ, ലോകസഭ, ഒത്തിരി സഭയുണ്ട്. ഇതിനിടയ്ക്ക് ദൈവസഭ. ഭാഷയുടെ പരിമിതിയാണത്. ഭാഷയിൽ നമുക്ക് നല്ല പദം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സഭയെന്ന് ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ പറയേണ്ടത് ചേർച്ച്. ചേർച്ച് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കുറിയക്കോൺ. കുറിയക്കോൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രാപണം, 2-ാം അധ്യായം. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിനാലുള്ള ശാക്തീകരണം. പരിശുദ്ധാത്മാവിനാലുള്ള ശാക്തീകരണത്തെ കുറിച്ച് പറയാൻ ഒത്തിരി നേരം വേണം. 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം, പരിശുദ്ധാത്മാവിനെ ശക്തി, അല്ലാതെ അദ്ദേഹം ഡിക്ഷണറി പഠിച്ചിട്ടോ കമന്ററി പഠിച്ചിട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ ഒന്നും പ്രസംഗിച്ചല്ല. കൂടി വന്നിരിക്കുന്ന ജനതയുടെ സമ്മിശ്ര വികാരങ്ങൾ മനസ്സിലാക്കി ആത്മാവ് കൊടുത്ത ജ്ഞാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ പ്രസംഗം, ലോകം കേട്ട ആദ്യത്തെ പെന്തക്കോസ് പ്രസംഗമാണത്. പെന്തക്കോസ്തിന്റെ ശക്തി പ്രാപിച്ച ഒരാൾ പെന്തക്കോസ്തിന്റെ ശക്തിയോടുകൂടെ ആദ്യം നടത്തിയ പ്രസംഗമാണത്. എന്ന ഗംഭീര പ്രസംഗമാണെന്നറിയാം. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, പിറവിയിലെ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കുന്നു. 4-ാം അധ്യായത്തിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഇടം കുലുങ്ങുന്നു. 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ച 2 അന്നേരം തട്ടിപ്പോകുന്നു. 6-7 അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവുള്ള സ്തെഫാനോസിന്റെ ശക്തമായ ശുശ്രൂഷ. 6-ാം അധ്യായത്തിൽ അദ്ദേഹത്തോട് തർക്കിക്കാൻ വരുന്നവനൊക്കെ തോറ്റു തുന്നം പാടുന്നു. പരിശുദ്ധാത്മ ശക്തിയാണ്. 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്നുകൊണ്ട് അദ്ദേഹം കർത്താവിന് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നു. മനസ്സിലായില്ലേ? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച
ഫിലിപ്പോസ് ഐത്യോപ്യയിലെ ഒരു മന്ത്രിയോട് സുവിശേഷം അറിയിച്ച് അവനെ മുക്കിപ്പൊക്കി അവന്റെ രാജ്യത്തോട്ട് കർത്താവിന്റെ ശിഷ്യനായിട്ട് അവനെ അയക്കുന്നു. 9-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി മേൽക്കുമേൽ പ്രാപിച്ച ശൗലിനെ നാം കാണുന്നു. 9:22 നോക്കണം. ശൗലു മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. കണ്ടില്ലേ? അപ്പൊ ഈ അധ്യായങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണമാണ്. പിന്നീട് അങ്ങോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവദാസി ദാസന്മാർ ശക്തരായി നിന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ, അന്ന് റോമൻ ആധിപത്യ വ്യവസ്ഥിതിയുണ്ട്, യഹൂദ മത ആധിപത്യ വ്യവസ്ഥിതിയുണ്ട്, ജാതീയമായിരിക്കുന്ന സംഘശക്തികളുണ്ട്. എഫെസോസിലും അങ്ങ് തെസ്സലോനിക്കയിലും കൊരിന്തിലെ കലാപമൊക്കെ വായിച്ചിട്ടുണ്ടോ? 18-ാം അധ്യായം 19-ാം അധ്യായം. എഫെസോസിലെ കലാപം വായിച്ചില്ലേ? 19-ാം അധ്യായം. അർത്തമീസ് മഹാദേവിക്ക് വേണ്ടിയുള്ള ഭൂമികയിൽ ഇവർ വന്ന് സുവിശേഷം പ്രചരിപ്പിച്ചിട്ട് ദേവി ഒന്നുമല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കലാപമുണ്ട്. 18-ൽ കൊരിന്തിലെ കലാപം, 19-ൽ എഫെസോസിലെ കലാപം. പക്ഷെ ഈ കലാപത്തിൽ എല്ലാം നിവരെ നിൽക്കുന്ന ദൈവദാസന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അത് പരിശുദ്ധാത്മ ശക്തിയുടെ പ്രാപണമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവസഭ കലാപകലുഷിതമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ, ലോകം സോഷ്യൽ മീഡിയയിലൂടെ പെന്തക്കോസ്തനെ അധിക്ഷേപിക്കുമ്പോൾ, നേതൃത്വ നിരയെ അധിക്ഷേപിക്കുമ്പോൾ, കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടുകൾ നിമിത്തം ആളുകൾ വല്ലാതെ ഇതിനെ അപഹസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആത്മശക്തി വ്യക്തിപരമായി പ്രാപിച്ചെടുത്തുകൊണ്ട് ആത്മാവ് നൽകുന്ന വിശേഷ ദർശനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സംഘത്തോടു കൂടെ നിൽക്കുന്നതിനകത്ത് ഒരു കഥയുമില്ല. ഇവിടെ സ്ഥാനവും മാനവും, സെക്രട്ടറി ആകുക, പ്രസിഡന്റ് ആകുക, ഖജാൻജി ആകുക, കമ്മിറ്റി അംഗമെങ്കിലും ആകുക, അതിനുവേണ്ടി കിടന്ന് ആ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയോടെ വേർപാടോടെ ആത്മശക്തി പ്രാപിച്ചെടുത്തുകൊണ്ട് ഒറ്റയാനായി നിൽക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മ ശാക്തീകരണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധാത്മ ശാക്തീകരണം എന്ന് ഞാൻ പറയുമ്പോൾ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനുള്ള സാക്ഷീകരണമാണ്. സാക്ഷീകരണം അത് 13-ലും 14-ലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 13ആണല്ലോ ഞാൻ വായിച്ച കുറിവാക്യം കിടക്കുന്നത്. 13-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഗംഭീര പ്രഭാഷണമാണ്, സാക്ഷീകരണമാണ്. 13-ലും 14-ലും 14-ൽ സാക്ഷീകരണം നടത്തിയവനെ എറിഞ്ഞ് തറയിൽ കളഞ്ഞു, മരിച്ചു. അവരെ ശവം വലിച്ച് ടൗണിന് വെളിയിൽ കൊണ്ട് കളഞ്ഞു, നഗരത്തിന് വെളിയിൽ കൊണ്ട് ഇട്ടു. പട്ടിയും പൂച്ചയും കഴുതയുമൊക്കെ ചാകുന്നുണ്ട് വലിച്ചുകൊണ്ടിടുന്ന മുനിസിപ്പാലിറ്റി വലിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ അതുപോലെ ആ ബോഡി അവിടെ കൊണ്ടിട്ടു. ആരുടെയാ? സാധാരണക്കാരനല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ ബോഡി അവിടെ കൊണ്ട് കളഞ്ഞു. അപ്പോസ്തലൻ ഒരുവനെ അങ്ങനെ കൊണ്ട് കളഞ്ഞപ്പോൾ ബാക്കി സഹോദരന്മാർ വട്ടം നിന്നു എന്ന് വായിക്കുന്നു. 14:19 നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 14:19 വട്ടം നിന്നു. അപ്പോൾ പൗലോസ് എഴുന്നേറ്റു. വീണുപോയവന്റെ വട്ടം നിൽക്കാൻ ആളുണ്ടോ? അവൻ എഴുന്നേക്കും. താണുപോയവന്റെ വട്ടം നിൽക്കാൻ ആളുണ്ടോ? ശാരീരികമായി ബലക്ഷയം സംഭവിച്ചവന്റെ, സാമ്പത്തിക ബലക്ഷയം സംഭവിച്ചവന്റെ വട്ടം നിൽക്കാൻ ആളില്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. വീണുപോയവനെ പിന്നെ അവിടെ ഇട്ട് ചവിട്ടുക എന്നുള്ളതാണ്. പക്ഷേ വീഴ്ച സംഭവിച്ചവന്റെ വട്ടം നിൽക്കാൻ കഴിയണം. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരുന്നത് ഗംഭീരമായ അനുഭവത്തോടു കൂടിയാണ്. അപ്പം ശാക്തീകരണം പ്ലസ് സാക്ഷീകരണം അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു ചിന്ത കൂടെ ഞാൻ തരാം. പരിശുദ്ധാത്മാവിനാലുള്ള നിയമനം, 13-ന്റെ 2-ാം വാക്യം. പരിശുദ്ധാത്മാവിനാലുള്ള നിയമനം 2-3 വാക്യം. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിപ്പീൻ എന്ന് കമ്മിറ്റി പറഞ്ഞു എന്നല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു. എത്ര ശ്രേഷ്ഠമാണ് ആ ചിന്ത! പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നുള്ളത്. നിയമനം പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല, പരിശുദ്ധാത്മാവിന്റെ നിയമനത്തെ പ്രാപിക്കും. ഇനി 4-ാം വാക്യത്തിൽ വേറൊരു ചിന്ത ഞാൻ തരാം, പഠിച്ചോണം നിങ്ങൾ. ഞാനിത് തൊട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, വിവരിക്കുന്നില്ല. എൻ്റെ സ്കൾട്ടൻ മാത്രം തരിക, നിങ്ങളതിനെ വിശാലമാക്കണം. 13-4 പരിശുദ്ധാത്മാവ് അയക്കുന്നു. അയക്കുന്ന പരിശുദ്ധാത്മാവ്. എന്ന അനുഭവമാണത്. അയക്കുന്ന പരിശുദ്ധാത്മാവ്. എവിടോട്ട് പോകണം? നമ്മളെങ്ങോട്ടെങ്കിലും ചാടിപ്പോവുകയല്ല. ഗൾഫിൽ ആരണ്ട് വിളിച്ചു, അമേരിക്കയിൽ ആരണ്ട് വിളിച്ചു, UK ആരണ്ട് വിളിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ചാടിപ്പോവുകയല്ല. നമ്മളെ പരിശുദ്ധാത്മാവ് അയക്കണം, എങ്കിലേ ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. അളിയൻ അവിടെ ഉണ്ട്, നാത്തൂൻ അവിടെ ഉണ്ട്, മച്ചാൻ അവിടെ ഉണ്ട്, മച്ചമ്പി അവിടെ ഉണ്ട്, ഉപ്പാപ്പൻ അവിടെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ച പിള്ളേർ അവിടെ ഉണ്ട്, മോൾ അവിടെ ഉണ്ട്, മരുമോൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി പോകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമ്മളെ അയക്കണം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ടവർ സെലൂക്കയിലേക്ക്. ആത്മാവ് പറഞ്ഞിട്ട് പോകുന്ന എത്ര പേരുണ്ട്? കവലയിലേക്ക്, പെരുവടിയിലേക്ക്, പട്ടണപ്രാന്തങ്ങളിലേക്ക്, കോളനികളിലേക്ക്, നഗര കവാടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കണം. എഫെസോസിനും തെസ്സലോനിക്കയിലെ, തെസ്സലോനിയിൽ നിന്ന് ബരോവയിലേക്ക്, ക്രേത്തയിലേക്ക്, അഥേനയിലേക്ക്,
പിസിദ്ധിയിലെ അന്ത്യോക്യയിൽ, സിറിയയിലെ അന്ത്യോക്യയിലേക്കൊക്കെ വെറുതെ അങ്ങ് പോയതല്ല. വിസ കിട്ടിയത് കൊണ്ട് അങ്ങ് പോയതല്ല. ആരാണ്ട് വിസ എടുത്തു കൊടുക്കാൻ ഉണ്ടായിരുന്നുകൊണ്ട് പോയതല്ല. പരിശുദ്ധാത്മ വായിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പോയിടത്തെല്ലാം സഭ സ്ഥാപിതമായി. ആ സ്ഥാപിതമായ സഭയെല്ലാം വ്യാപകമായി. അവിടെയെല്ലാം യേശുവിന്റെ സുവിശേഷം ശക്തമായി വ്യാപിക്കപ്പെട്ടു. ഈ പൗലോസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് യെരുശലേമിൽ നിന്ന് സഭ വെളിയിലേക്ക് പോകുന്നത്. അതറിയാമോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാം കൂടെ ആഞ്ഞു കിടന്ന് പരിശ്രമിച്ചിട്ടും യെരുശലേമിൽ നിന്ന് സഭ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ശമരിയയിലേക്ക് സഭയെ കൊണ്ടുപോകുന്നത് ഫിലിപ്പോസാണ്. 8-ാം അധ്യായം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിർബന്ധിച്ചിട്ടാണ് കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക്, കൈസരിയിലേക്ക് പത്രോസ് സുവിശേഷമായിട്ട് പോകുന്നത്. പക്ഷേ എഫസോസിലും കൊലോസിലും തെസ്സലോനിക്കയിലും ബെരോവയിലും അഥേനയിലും ക്രേത്തയിലും പത്തരയിലും അങ്ങനെ എവിടെല്ലാം ദേശമുണ്ട്, അങ്ങ് ഇല്ലൂര്യ വരെ സുവിശേഷവുമായി പോകുവാൻ പൗലോസ് ഇറങ്ങിയപ്പോഴാണ്. അത് ആത്മാവ് അയച്ചിട്ട് പോയതാണ്. അപ്പൊ ആത്മാവിനാൽ അയക്കപ്പെടണം. അടുത്തത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കണം. 16-ന്റെ 6-ാം വാക്യം നോക്കിയേ. ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്നെ വാക്യം അതൊക്കെ. എവിടെയെങ്കിലും പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വേവ് കയറി നടക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു ഇവിടെ പ്രസംഗിക്കണ്ട. പരിശുദ്ധാത്മാവ് പറഞ്ഞു പ്രസംഗിക്കണ്ട. ആ വിലക്ക് മനസ്സിലാക്കാനുള്ള ആത്മബോധം പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ കുമ്പിടുന്നു. ആ ഒരു തിരിച്ചറിവ് നമ്മളെയൊക്കെ സാധാരണ രീതിയിൽ ഇവിടെ പ്രസംഗിക്കണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രസംഗിക്കേണ്ടെന്നൊരു വിലക്കുണ്ടായാൽ അത് ആരുടെ വിലക്കായിരിക്കുമെന്നാണ് നമ്മുടെ സാധാരണ ഒരു തിയോളജി. പ്രിയമുള്ളവരെ, നമ്മളോട് പ്രസംഗിക്കാൻ വന്നു, പക്ഷേ ഇപ്പോൾ ഒരു ആലോചന കിട്ടി ഇവിടെ പ്രസംഗിക്കണ്ടെന്ന്. ആ ആലോചന തികച്ചും പിശാചിന്റെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വട്ടം നിന്ന് കൈകളെ കോർത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രസംഗത്തിനെതിരെ പോരാടുന്ന ആ പോരാട്ടത്തെ, ആ കെട്ടിനെ നമുക്ക് പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു യോഗം നടത്തി പ്രാർത്ഥിച്ച് അവസാനം തല്ലും കൊണ്ട് തിരിച്ചു പോരും. പക്ഷെ പ്രസംഗിക്കണ്ട എന്നൊരു വിലക്ക് വന്നപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് പൗലോസിന് മനസ്സിലായി. അതെന്നെ ആത്മീയതയാണ് ചിന്തിക്കുക. അതാണ് ഭയങ്കര ആത്മീയത. പരിശുദ്ധാത്മാവ് വിലക്കിയതാണ്. പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പ്രസംഗിക്കാൻ വേണ്ടി ആത്മാവ് അയച്ചെന്നല്ലേ നമ്മൾ വായിച്ചത് 13-4. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കണം. പിന്നെ ഇവിടെ എന്നാ പിന്നെ അടുത്തൊരു സ്ഥലം അവർ തന്നെ ഓപ്ഷൻ കണ്ടെത്തുകയാണ്. മിസ്യ കടന്ന് ബിഥുന്യയിലെത്തി. അതിന്റെ തൊട്ട് താഴത്തെ വായിക്കണം, 16-ന്റെ 7-8 വാക്യം വായിക്കണം. മിസ്യ കടന്ന് ബിഥുന്യയിലെത്തിയപ്പോൾ യേശുവിന്റെ ആത്മാവ് പറഞ്ഞു, നോ, ഇവിടെ അല്ല, പാക്കപ്പ് ആൻഡ് ഗോ. ഇവിടെയും പ്രസംഗിക്കണ്ട. എന്നാൽ പിന്നെ എവിടെ വേണമെന്നുള്ളത് രാത്രി മുഴുവനും ത്രോവാസി പോയിരുന്ന ഒരൊറ്റ പ്രാർത്ഥന, ഒരു ഓൾ നൈറ്റ് പ്രയർ. അപ്പോഴാണ് ദർശനം കിട്ടിയത്. മക്കതോന്യയിൽ നിന്ന് ഒരാൾ വന്ന് വിളിക്കുക, ഞങ്ങളെ വന്ന് സഹായിക്കുക. അങ്ങനെയാണ് യൂറോപ്പിലേക്ക് സുവിശേഷം കൊണ്ട് കയറുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ പോരാ, എവിടെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം, ആരോട് പ്രസംഗിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിയോഗിക്കണം. അതാണ് നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ആകെപ്പാടെ പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരേ ഒരു ബന്ധം പാട്ടിന്റെ താളത്തിനടുത്ത് അന്യഭാഷ പറയുക എന്നുള്ളത്. അതുമാത്രം പോരാ. പരിശുദ്ധാത്മാവ് നമ്മളെ നിയമിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ അയക്കണം. പരിശുദ്ധാത്മാവ് അയച്ചെടുത്തെല്ലാം നമ്മളെ നിയന്ത്രിക്കണം. അടുത്ത വേറൊരു 13-ലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. 13-9 പരിശുദ്ധാത്മ പൂർണ്ണത പ്രാപിക്കണം. ചില പോരുകളും ചില പടകളും ചില പ്രതിസന്ധികളുമുണ്ട്. ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ കൂച്ചുവിലങ്ങിടപ്പെടരുത്. നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ നിർത്ത് നിന്റെ പ്രസംഗം, ഇനി വിളിക്കുമ്പോൾ വരാം, ഇപ്പം നിർത്ത് എന്ന് പറയുന്ന ചില മന്ത്രവാദ പോരുകളുണ്ട്. ചില ആഭിചാരത്തിന്റെ ബന്ധനങ്ങളുണ്ട്. മതി നിന്റെ ശുശ്രൂഷ, മതി നിന്റെ ടീം പ്രവർത്തനം, നിന്റെ സഭാപ്രവർത്തനം ഈ നാട്ടിൽ മതി, ഈ മണ്ണ് എന്റേതാണ്, ഈ ദേശം എന്റേതാണ്, ഇവിടുത്തെ ജനത എന്റേതാണ്, നിന്റെ ഇടപാട് മതി എന്ന് പറയുന്ന ചില യേശു എലിമാസ് എന്ന വിദ്വാൻ, മന്ത്രവാദമാണ് അവന്റെ കുലത്തൊഴിൽ. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഈ ഗവർണർ എന്ന് പറയുന്ന സെർഗ്യൂസ് പൗലൂസിനോട് സുവിശേഷം അറിയിക്കാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിൽ പൗലൂസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മന്ത്രവാദി എഴുന്നേറ്റ് എന്ന് പറയുക, മതി പ്രസംഗം, നിർത്ത്. നമ്മളായിരുന്നെങ്കിൽ വിസിറ്റിംഗ് കാർഡിങ് കൊടുത്തിട്ട് അന്നേരം പോരത്തേ ഉള്ളൂ. എന്നാൽ പിന്നെ സാറ് സമയം കിട്ടുമ്പോൾ വിളിച്ചാട്ടെ, ഞാൻ വരാം, ഞാൻ എപ്പോഴും ഫ്രീയാണ്. ആ വിസിറ്റിംഗ് കാർഡിന് അത് 2-3 നമ്പറുണ്ട്. അതിൽ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലേ എന്നെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ ആരെങ്കിലും ആയിരിക്കും എടുക്കുക. നമുക്ക് തമ്മിൽ സംസാരിക്കാൻ ടിക്ക് ചെയ്ത നമ്പർ, വിസിറ്റിംഗ് കാർഡിനകത്ത് ടിക്ക് ചെയ്ത നമ്പറുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോരത്തേ ഉള്ളൂ. പക്ഷേ പൗലോസ് എന്താ ചെയ്തേ? പ്രസംഗം ഇങ്ങനെ കത്തിക്കാളി നിൽക്കുകയാണ്. ഗവർണർ മാനസാന്തരപ്പെടുന്ന വക്കിലേക്ക് വന്നു. അന്നേരമാണ് മന്ത്രവാദി കയറി വിലക്കുന്നത്. പൗലോസ് ആത്മപൂർണനായി എന്ന് വായിക്കുന്നു. പൗലോസ് ആത്മപൂർണനായ പൗലോസ് മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹേ,
സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, ദൈവത്തിന്റെ പ്രവൃത്തികളോട് മത്സരിക്കുന്ന മതിയാക്കത്തിലെ അടങ്ങ്. ഒറ്റ ഭത്സനം. അന്നേരം അവന്റെ കണ്ണിന്റെ ഫിലമെന്റ് പോയി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. തമ്മിലടിക്കാനല്ല, കസേര കളിക്കാനല്ല, പാനൽ കളിക്കാനല്ല. നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന ദുഷ്ടാധിപത്യ വ്യവസ്ഥിതികളോട്, ദേശത്തിന്റെ അതീശത്വ ശക്തികളോട്, കാലപ്പഴക്കമുള്ള ചില കുടിയിരുപ്പുകളോട്, നമ്മളെ കൂച്ചുവിലങ്ങിടുമെന്ന് അവകാശവാദം മുഴക്കുന്ന ചില ദുഷ്ട ദേവതമാരോട്, ദേവന്മാരോട്, മൂർത്തികളോട് തൻ്റെ ഇടത്തോടെ നാട്ടങ്ങെന്ന് പറയാനാണ് പരിശുദ്ധാത്മശക്തി. അത് ഏറ്റവും അനിവാര്യമാണ്. ആ ആത്മശക്തി നമുക്ക് കിട്ടുമ്പം എന്തോ ഊരണം, എന്തോ ഊരണ്ട, എന്തോ വേണം, എന്തോ വേണ്ട, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എവിടെ പോകണം, എവിടെ പോകണ്ട, ആരോടുകൂടെ വേണം, ആരോടുകൂടെ വേണ്ട, ടീമിൽ ആരൊക്കെ വേണം, ടീമിൽ ആരൊക്കെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് ഉറയ്ക്കാൻ പറ്റും. അതിന് കമ്മിറ്റി ഒന്നും കൂടേണ്ട കാര്യമില്ല. ആത്മാവ് നമ്മുടെ അകത്തങ്ങനെ അധിവാസം ചെയ്താൽ മതി. ഉപദേശത്തിന്റെ സ്ഥായിയായ കാര്യങ്ങളൊക്കെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. 15-28 വാക്യം നോക്കിക്കേ. നിർത്തുകയാണ് ഞാൻ എൻ്റെ വാക്ക്. 15-28 എത്ര ഗംഭീരമാണെന്നറിയാം. ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, പരസംഗം എന്നിത്യാദി കാര്യങ്ങൾ വർജിക്കണം എന്നല്ലാതെ അധികമായതൊന്നും നിങ്ങളുടെ മേൽ വയ്ക്കരുതെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്നല്ല, പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനും പിന്നെ ഞങ്ങൾക്കും. നമ്മളായിരുന്നെങ്കിൽ എന്തോ എഴുതേനെ, ഞങ്ങൾക്കും പിന്നെ പരിശുദ്ധാത്മാവിനും. ആദ്യം ഞങ്ങളാ, പിന്നെ പരിശുദ്ധാത്മാവും. പക്ഷെ ആ ഓർഡർ കണ്ടോ? പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. സഭാ അധ്യക്ഷന്മാർ എഴുതിയ കുറിപ്പാണ് അവിടെ വായിക്കുന്നത്. 15-28. ഇന്ന് പരിശുദ്ധാത്മാവിന് റോൾ വല്ലതും ഉണ്ടോ കമ്മിറ്റിയിൽ? സഭയുടെ എക്സിക്യൂട്ടീവിലും ജനറൽ കമ്മിറ്റിയിലും സെൻട്രൽ കമ്മിറ്റിയിലും വിഭാഗീയത കമ്മിറ്റിയിലൊക്കെ പരിശുദ്ധാത്മാവിനുള്ള റോളും ഉണ്ടോ? ഇല്ല. ഞങ്ങൾ തീരുമാനിച്ചു, അത്ര തന്നെ. പരിശുദ്ധാത്മാവോ? അധ്യക്ഷരാക്കി വെച്ചത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ പുറത്താക്കിയിട്ട് കതവ് അടച്ചിട്ടാണ് ഇപ്പം അകത്ത് പരിപാടി നടക്കുന്നത്. അതിലേക്ക് സഭ അധപ്പതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ വ്യവസ്ഥാപിതമായ ഉപദേശ സത്യങ്ങളിൽ നിലകൊള്ളാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവെന്ന പാഠം അപ്പോസ്തലത്തിൽ തീരുന്നില്ല. 1, 2, 3 വാക്യങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തീരുന്നില്ല. പരിശുദ്ധാത്മാവ് വിഷയം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ആത്മാവെന്ന ന്യൂമാറ്റോളജി, പരിശുദ്ധാത്മാവെന്ന വിഷയത്തെ വ്യക്തിപരമായി ഓരോരുത്തരും പഠിക്കണം. ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ കാലത്തിലാണ് നാം നിൽക്കുന്നത്. സഭാകാലം പരിശുദ്ധാത്മ യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ പുനരാഗമനം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവുമായി എസ്തേർ ഗെഹായി പറഞ്ഞതല്ല അതൊന്നും എടുത്തില്ല എന്ന് വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് മാത്രം നിലകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇങ്ങനെയൊരു ശുശ്രൂഷയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും വിവിധമായ കാര്യങ്ങൾ പൂർണ്ണതയില്ലാതെ അതിനെ ഭാഗികമായി പറഞ്ഞ് ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അതിനവസരം നൽകിയ കർത്തൃദാസനോട് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും വഹിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. പ്രിയ കടന്നുവന്ന പ്രിയ പാസ്റ്ററിനുള്ള പ്രത്യേകമായ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസനോടെ ഇന്ന് ഈ രാത്രിയിൽ കേൾപ്പിക്കാൻ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രത്യേകിച്ച് പ്രിയ ദൈവദാസൻ പറഞ്ഞ പോലെ വളരെ വിശാലമായ ഒരു വിഷയമാണ്. എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആത്മീയ ആഴങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി പ്രിയ ദൈവദാസനോടെ കേൾക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും പ്രിയ ദൈവദാസനോടെ ദൈവഹിതമെങ്കിൽ നമുക്ക് കേൾക്കുവാൻ തക്കവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് ജീവിതത്തിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് എന്തെങ്കിലും പ്രാപിക്കുവാനുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയെ പ്രാപിക്കുവാനുള്ള ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഇല്ലെങ്കിൽ, കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ആ ശക്തി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ആ ദൈവശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ അത് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയുള്ളൂ എന്ന് പ്രിയ ദൈവദാസനോട് കേൾക്കുവാനിടയായി. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പോകുന്നതിന് മുമ്പ് അവസാനത്തെ വാക്യം പറയുമ്പോഴും നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം, ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം, അതിനുശേഷം മാത്രമേ നിങ്ങൾ പുറത്തു പോകാൻ പാടുള്ളൂ.
ആ ദൈവം ആഗ്രഹിക്കുന്ന ദൈവശക്തി നമ്മൾ വെളിപ്പെടാതെ നമുക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വളരെ വൻ കാര്യങ്ങൾ കർത്താവ് കേൾക്കുന്ന പലരുടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹൃദയത്തിനകത്ത് ഒരു ദാഹം, ഒരാഗ്രഹം ഇന്ന് ആർക്കെങ്കിലും സ്തോത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഏറ്റവും ദാഹത്തോടെ ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം, ഈ സമയങ്ങളിൽ നമുക്ക് ആവശ്യം ആ ദൈവശക്തി. അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ദൈവസഭകളിൽ പല ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളും ജഡത്തിൻ്റെ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്തുദാസനായി പ്രാർത്ഥിക്കാം. നമ്മളെ കേൾപ്പിച്ചതുപോലെ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അത്രിത്വത്തിൽ മൂന്നാമനല്ല, അത് ഏകത്വം, ഏക ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവെ. ആ കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ അധിവസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയമനം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് ദൈവസഭയിലെ കാര്യങ്ങൾ നടക്കേണ്ടത്. ആ നിയമനം മുഖാന്തരമാണ് നടക്കേണ്ടത്. അതുമാത്രമല്ല, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന തിരുവചനം പറയുമ്പോൾ ഇന്ന് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും തലങ്ങളിൽ ഇന്ന് വെളിപ്പെടുവാനുണ്ടെങ്കിൽ എത്രത്തോളം പ്രാർത്ഥിക്കും. കർത്താവേ, ആ പൂർണ്ണത ഏതെങ്കിലും ശൂന്യത ഉണ്ടെങ്കിൽ ആ പൂർണ്ണതയിലേക്ക് എന്നെ നടത്തണമേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. എനിക്ക് ആവശ്യമായിരിക്കുന്ന ഇന്ന് ഏതെങ്കിലും തരങ്ങളിൽ ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മനസ്സിൻ്റെ മേൽ ഉണ്ടെങ്കിൽ അതിനുമേൽ ദൈവത്തിൻ്റെ ആ ശക്തിയെ, ആ പൂർണ്ണതയെ എൻ്റെ മേൽ നിറയുവാൻ, ഈ ദിവസം നിറഞ്ഞ് കവിയുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആഴത്തെ വെളിപ്പെടുവാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുക, അതൊന്ന് അറിയുവാൻ എഫീസസ് സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഇന്ന് ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ, കർത്താവേ, അത് അറിയുവാൻ മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പ്രാപിക്കുവാൻ, അത് ഞാൻ പരിശുദ്ധാത്മാ പൂർണ്ണനാകുവാൻ എന്ന് അനന്യാസ് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ മേൽ കരം വയ്ക്കുന്നത്. അതോടെ പൗലോസിൻ്റെ ജീവിതത്തിന് ഗതി മാറി. ദൈവസഭയ്ക്ക് അടിസ്ഥാനങ്ങളെ പണിയാൻ തക്കവണ്ണം ഒരു പൗലോസിനെ കർത്താവ് ശൗലിനെ പൗലോസാക്കി മാറ്റി കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ, ആ പൂർണ്ണതയിലേക്ക് എന്നെ നടത്തണമേ. എത്ര ശക്തി പ്രാപിച്ചിട്ടും പോരാ. ഇന്ന് സ്തോത്രം മുട്ടോളം പോരാ, അരയോളം പോരാ. ഈ ദിവസങ്ങളിലും കർത്താവേ, ആ ജീവജല നദിയിലേക്ക് എന്നെ ഒഴുക്കുക മാത്രം, എൻ്റെ ഉള്ളിലും ആ ജീവജല നദി ഒഴുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ കർത്താദാസനായി പ്രാർത്ഥിക്കാം. തുറന്നും ശക്തിയോടെ പ്രിയ ദൈവദാസനെ കർത്താവ് കരങ്ങളിൽ തുറന്നും അനേകർക്കൊരു അനുഗ്രഹമാക്കി അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ തക്കോണം. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് സ്വതം സത്യ പ്രവാചകന്മാർ, സ്തോത്രം യഥാർത്ഥ വിശുദ്ധന്മാർ എഴുന്നേൽക്കുവാൻ, സ്തോത്രം ഈ ദിവസങ്ങളിലും ആ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അനേകർക്ക് വെളിപ്പെടുത്തുവാൻ, സത്യ ഉപദേശങ്ങൾ എഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ പ്രിയ കർത്താദാസനോട് ഇടയാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മളെയും കർത്താവ് ഒരു ഉപകരണമാക്കി മാറ്റുവാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഭയെ പണിയുന്നത്. ആ പരിശുദ്ധാത്മാവാണ് കർത്താവ് പറഞ്ഞ സഭയെ ഞാൻ പണിയുന്നത്. യേശുക്രിസ്തുവാണ് സഭയെ ഞാൻ പണിയും. തകർക്കുമെന്നല്ല യേശു പറഞ്ഞത്, ശത്രു തകർക്കുമെന്ന് പറയുമ്പോൾ യേശു പറയും ഞാൻ പണിയും. ഇന്ന് പണിയപ്പെടുന്ന നമ്മളെല്ലാവരെയും ഈ ദിവസങ്ങൾ ദൈവം പണിതെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ആ സഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസൻ്റെ ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ചെയ്യുന്ന ശുശ്രൂഷകളെ കഥാധികമായി ഈ ദിവസങ്ങളിൽ ശക്തിയോടെ കഥാവ് ഉപയോഗിക്കുവാൻ, മാനിക്കുവാൻ തക്കവണ്ണം ദൈവോടെ ആക്കുവാൻ പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് വചനം കേട്ട സകലരെയും ഈ ദിവസങ്ങളിൽ കഥാവ് പണിതെടുക്കുന്ന സമയങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ ഞങ്ങൾ റിസീവ് ചെയ്ത് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഈടുകളിലും കർത്താവ് ഇത് പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണമേ. വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ഭൃത്യനെ സഭയ്ക്കും അടിയനും തന്നിട്ടുള്ള ദൈവിക അധികാരത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഭയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അസാധാരണമായ അളവിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി ദൈവം തീർക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിനെ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവേ
താണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യമേ താണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരളി. എത്ര പ്രാർത്ഥിക്കും? ഓ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം. ആഗ്രഹിക്കുന്ന പറയണം. ആമേൻ ആമേൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം. അമിതബലം ആവശ്യമുള്ളത് പറയാം. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർ. ഓ എനിക്ക് ശക്തി വേണം. ആ ശക്തി അയക്കണമേ. സ്വർഗയ ശക്തി ധരിക്കണം. ശക്തി പകർന്നിടണേ. ഓ ലോകത്തിൽ മോഹം വിട്ടു. ലോകത്തിന്റെ മോഹം വിട്ടോടുവാൻ. സാത്താനിയ ശക്തികളുടെ മേൽ ജയമെടുക്കുവാൻ. ഓ ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ. ഞങ്ങൾ സാത്താനിയ ശക്തിയും ജയിച്ചിടുവാൻ. ധീരതയോടെ ധീരതയോടെ ഭയം വിട്ടുമാറി അഭിഷേകം അഭിഷേകം ആവശ്യമുള്ളവർ, ഭയമുള്ളവർ ആമേൻ. ആ ഭയം വിട്ടുമാറണം. സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിശ്ചയം ധീരതയോടെ ആമാരോഹണം. ആമേൻ. സ്തെഫാനോസിനെ പോലെ ഫിലിപ്പോസിനെ പോലെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ദൈവസഭയിൽ വെളിപ്പെടുവാൻ. ഒരിക്കൽ കൂടെ ഒന്ന് അയക്കണമേ. നിഞ്ചനം ആ മഴയെ ഒന്ന് അയക്കണമേ. ഓ പിന്മഴ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. ജനം വളരട്ടെ. ആ മഴ വരട്ടെ. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദരവോടമനശാന ഇവൾ കാലാവധർമാന ആരോഗ്യമനോടമന ശക്തിമാനാമൂടെ. ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക. അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. എന്നെ നിറച്ചിടുക. അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക. പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക. പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കാൻ ഞാൻ ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നല്ല നീരുറവ. ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ ഓ ജീസസ് ആഗ്രഹിക്കുന്നവർ ശോഭിക്കുവാൻ വേഗം പകർന്നിടുക. പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം. അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രിയില് ചെന്നവേ വീട്ടിലവേ അയക്കണമേ. അന്ധകാര ശക്തികളെ
വലിയ ശക്തികൾ സോഡമാന ഈമനമരമേ ശക്തമൗടനാനവരെ ആ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടെ പാപത്തിന്റെ മേൽ ചെവിടുവാൻ കോട്ടകൾ തകർത്തിടുവാൻ ആ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടാരാധിപ്പമൗടൻ ബാന ആത്മാവിനാലെ ശക്തിയാലെ വൻ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ സകലം അധികാരത്തിന്റെ ശുശ്രൂഷകൾ ഇന്ന് രാത്രിയിൽ കർത്താവേ ഭരണവേ ആഗ്രഹിക്കുന്നവരുടെ മേൽ കർത്താവേ ഞങ്ങളുടെ മേൽ ഭരണവേ ഈ ശക്തി പോരാ കർത്താവേ ശക്തി അന്ധകാര ശക്തികളെ ശക്തികളെ ശരിക്കും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് അന്തിമ കൽപ്പനയിൽ പറയും, നിങ്ങൾ ലോകമെങ്ങും പോകണം, അവിടെ ആ ശക്തി പ്രാപിച്ചിട്ട് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇന്ന് നമുക്ക് ആവശ്യം ശക്തി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിലും എല്ലാം നമുക്ക് ആവശ്യം ആ കർത്താവിൻ്റെ ശക്തി മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു പകരുന്ന അധികാരം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് കർത്താവ് തരാൻ തയ്യാറാണ്. നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് ശോഭിക്കുവാൻ, ആത്മീയ ഉറക്കത്തിൽ പോയവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന നാളുകളാക്കി ദൈവം നമ്മളോട് അനേകം എഴുന്നേൽപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന രാത്രിയിലും കർത്താവ് നമ്മളെ കരം വെച്ച് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മൾ പിരിയുന്നെങ്കിലും ആ പിരിയാത്ത കർത്താവിൻ്റെ സാന്നിധ്യം ലോകത്ത് അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ യേശു കർത്താവ് ഇമ്മാനുവൽ യേശു നമ്മുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അത് മാത്രമല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പകർന്നിരിക്കുന്നതിനെ ഓർത്ത് ആത്മാവിൻ്റെ നടത്തിപ്പിൽ ഈ ദിവസങ്ങളും എല്ലാവരും മുന്നോട്ട് കർത്താവ് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ശക്തിയും സ്നേഹവും സഹവാസവും എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നമ്മളെ ജയത്തോടെ തന്നെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ, മാരാനാഥ. ആമേൻ. ക്ഷാലവും കർത്താവിൻ്റെ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം ദൈവം നമുക്ക് നൽകുമാറാട്ടെ.